ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ സർവേയിൽ 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങളാണ് നാം ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ജീവൻ പ്രത്യക്ഷമായതിനെക്കുറിച്ചും ജീവൻ അനുഭവിച്ചതിനെക്കുറിച്ചും യോഹന്നാൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് കേൾക്കുകയുണ്ടായി. അതോടൊപ്പം ഈ ജീവൻ മറ്റുള്ളവരുമായി പങ്കുവെക്കുന്നു. ഇന്ന് നാം ചിന്തിക്കുന്നത് പങ്കുവെക്കുന്നതിനെക്കുറിച്ചാണ്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാന ഭാഗത്ത് എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് പങ്കുവെക്കുന്നത് എന്ന് നാം കണ്ടിരുന്നു. കൂട്ടായ്മ ഉണ്ടാകുവാൻ, സന്തോഷം പൂർണ്ണമാകുവാൻ, പാപം ചെയ്യാതിരിപ്പാൻ, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. ഈ കാരണങ്ങളാലാണ് ഇത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നത്. അത് ഓരോന്നും അല്പം നമുക്ക് വിശദീകരിച്ച് നോക്കേണ്ടതായിട്ടുണ്ട്. അത് വേറെ തരത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. 5 കാരണങ്ങൾ ഈ ലേഖനം എഴുതുവാൻ, യോഹന്നാൻ ഈ ലേഖനം എഴുതുവാൻ 5 കാരണങ്ങളുണ്ട് എന്നും വേണമെങ്കിൽ പറയാം. ആ 5 കാരണങ്ങളാണ് ലേഖനം എഴുതി പങ്കുവെക്കുകയാണല്ലോ. അപ്പോൾ 5 കാരണങ്ങളാണ് ഈ ലേഖനം എഴുതാൻ അല്ലെങ്കിൽ ഇത് പങ്കുവെക്കുവാൻ. ആ കാരണങ്ങൾ ഓരോന്നോരോന്നായിട്ട് അല്പം നമുക്കൊന്ന് വിശദീകരിക്കേണ്ടത് ആവശ്യമാണ്. ഒന്നാമത് 3-ാം വാക്യം, ഞങ്ങൾ കണ്ടും കേട്ടും അനുഭവിച്ചും ഒക്കെ ഉള്ളത് നിങ്ങളോട് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യമാണ് അതിനാധാരം. ഞങ്ങൾ കണ്ടും കേട്ടുമുള്ളത് നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. നിങ്ങൾക്ക് ഞങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് എന്ന കാര്യമാണ് ഈ ക്ലാസ്സിൽ നാം ചിന്തിക്കുന്നത്. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിക്കുന്നിടത്തോളം കൂട്ടായ്മ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. കൂട്ടായ്മ ഒരു വിശ്വാസിയെ സംബന്ധിക്കുന്നിടത്തോളം കൂട്ടായ്മ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അത് അപ്പോസ്തല പ്രവൃത്തി ആദ്യത്തെ അധ്യായങ്ങളൊക്കെ നോക്കിയാൽ ആദിമ വിശ്വാസികൾ കൂട്ടായ്മ ആചരിച്ചു എന്ന് നമുക്ക് കാണാം. പക്ഷേ എന്താണ് ഈ കൂട്ടായ്മ എന്നുള്ളത് പലർക്കും അറിഞ്ഞുകൂടാന്ന് എനിക്ക് തോന്നുന്നു. കൂട്ടായ്മ, ഫെലോഷിപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ടു ഹാവ് ഇൻ കോമൺ, പൊതുവായിട്ട് എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കുവാൻ കഴിയുന്നത് എന്ന അർത്ഥമാണ്. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യവും 44 മുതലുള്ള വാക്യങ്ങളും വായിച്ചാൽ ഏകദേശം അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 2-ാം അധ്യായത്തിൻ്റെ 42-ാം വാക്യത്തിൽ എന്തൊക്കെയാണ് 1-ാം നൂറ്റാണ്ടിലെ വിശ്വാസികൾ ചെയ്തത് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ അപ്പസ്തോലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥനയിൽ ഉറ്റിരുന്നും പോന്നു. അപ്പോൾ അവർ 4 കാര്യങ്ങൾ ചെയ്തു. അതിലൊരു പ്രധാന ഘടകമാണ് കൂട്ടായ്മ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് അവർ ആചരിച്ചതെന്ന് അറിയാനായിട്ട് 44 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ വളരെ വ്യക്തമായിട്ട് ആ കാര്യങ്ങൾ ഗ്രഹിക്കാൻ സാധിക്കും. വിശ്വസിച്ചവർ എല്ലാവരും ഒരുമിച്ചിരുന്ന് സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുവകകളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിടുകയും ഒരു മനപ്പെട്ട് ദിനം പ്രതി ദേവാലയത്തിൽ കൂടി വരികയും വീട്ടിൽ അപ്പം നുറുക്കിക്കൊണ്ട് ഉല്ലാസവും ഹൃദയ പരമാർത്ഥതയും പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിൻ്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. വായിച്ച വാക്യങ്ങൾ നോക്കിയാൽ അവർ ഒരുമിച്ചിരുന്നു, എല്ലാം പൊതുവക എന്ന് എണ്ണി അവർ എടുത്തു അല്ലെങ്കിൽ പങ്കിട്ടു, ഒരുമനപ്പെട്ടു, കൂടി വന്നു, അപ്പം നുറുക്കി, ഭക്ഷണം കഴിച്ചു, ഉല്ലാസവും ഹൃദയപരമാർത്ഥതയും പൂണ്ട് ദൈവത്തെ സ്തുതിച്ചു, കൃപ അനുഭവിച്ചു. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കോമൺ ആയിട്ട് അവരെല്ലാവരും അനുഭവിച്ച കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൈവം നമുക്ക് കൂട്ടായ്മയുടെ അനുഭവം തരുന്നു. അത് വളരെ ഉന്നതമായ ഒരു ആത്മീയ അനുഭവമാണെന്നുള്ള കാര്യം ഗ്രഹിക്കുക. കൊലോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കർത്താവായ യേശു ക്രിസ്തുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നി ആത്മീയവർദ്ധന പ്രാപിച്ച്. 2-ാം അധ്യായത്തിൻ്റെ കൊലോസ്യർ 2-ാം അധ്യായത്തിൻ്റെ 6-7 വാക്യങ്ങളിലാണ് നാം അത് കാണുന്നത്. ആകയാൽ നിങ്ങൾ കർത്താവായ ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ടതുപോലെ അവൻ്റെ കൂട്ടായ്മയിൽ നടപ്പീൻ, അവനിൽ വേരൂന്നിയും ആത്മീക വർദ്ധന പ്രാപിച്ചും നിങ്ങൾക്ക് ഉപദേശിച്ചു തന്നതിന് ഒത്തവണ്ണം വിശ്വാസത്താൽ ഉറച്ചും സ്തോത്രത്തിൽ കവിഞ്ഞുമിരിക്കുവിൻ. യേശുവിനെ കൈക്കൊണ്ട് കഴിയുമ്പോൾ അവൻ്റെ കൂട്ടായ്മയിൽ നടക്കുക എന്ന് പറഞ്ഞാൽ അവനും നമുക്കും പൊതുവായിട്ട് ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ടാണ് അവനിൽ വേരൂന്നുന്നത്, ആത്മീയവർദ്ധന പ്രാപിക്കുന്നത്, നമുക്ക് സ്തോത്രത്തിൽ കവിയാൻ കഴിയുന്നത്, വിശ്വാസത്തിൽ ഉറയ്ക്കാൻ കഴിയുന്നത്. കാരണം യേശു എന്തൊക്കെ ആയിരിക്കുന്നോ അതൊക്കെ നമ്മളും ആവുകയാണ്. അതുപോലെ തന്നെ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമുക്ക് 2 കൊരിന്ത്യർ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ കാണുന്നുണ്ട്. നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ നാം നടക്കേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയിൽ ആണ്. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് പൊതുവായിട്ട് നമുക്കെല്ലാം ഒരേപോലെ അനുഭവിക്കുവാനായിട്ട് കഴിയുന്ന കാര്യമാണ്. എന്നാൽ 2 കൊരിന്ത്യർ 13:14
കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങൾ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. അപ്പോൾ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് ധാരാളം ഭാഗങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പദമാണ്. ഞാൻ പറഞ്ഞല്ലോ, ടു ഹാവ് ഇൻ കോമൺ, പൊതുവായിട്ടുണ്ടാകുക എന്നാണ് അതിൻ്റെ അർത്ഥം. പരിശുദ്ധാത്മാവിലുള്ളത് നമുക്കും നമ്മളുള്ളത് പരിശുദ്ധാത്മാവുമായിട്ടുള്ളൊരു സജീവ ബന്ധത്തിലേക്ക് വരുന്നതാണ് ഈ കൂട്ടായ്മ. പക്ഷേ ഇവിടെ ഒരു പ്രോബ്ലം നമ്മൾ ചിന്തിക്കാനുള്ളത്, പാപികളായ മനുഷ്യർക്ക് വിശുദ്ധനായ ദൈവത്തോട് കോമൺ ആയിട്ട് എന്താ ഉള്ളത്? ദൈവം വിശുദ്ധനാണ്, നമ്മൾ പാപികളാണ്. അപ്പോൾ നമുക്കും ദൈവത്തിനും തമ്മിൽ കൂട്ടായ്മ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്ക് ദൈവത്തോട് പൊതുവായിട്ട് കാര്യങ്ങളിൽ പങ്കെടുക്കുവാനായിട്ട് കഴിയുന്നത്? അത് ദൈവത്തിൻ്റെ ഒരു കൃപയാണ്. ദൈവം തൻ്റെ കൃപയാൽ നമുക്കതിലൊരു പങ്കാളിത്തം ഉണ്ടാക്കി തരാൻ വേണ്ടിയാണ് ജീവൻ പ്രത്യക്ഷമായത്. ജീവൻ പ്രത്യക്ഷമായത് എന്തിനാണെന്ന് ചോദിച്ചാൽ, നമുക്ക് ദൈവത്തോട് ഉണ്ടായിരുന്ന ആ കൂട്ടായ്മ തടസ്സപ്പെടുത്തിയ കാര്യങ്ങൾ തൻ്റെ ശരീരത്തിൽ അവൻ ചുമന്ന് ഒഴിച്ച് അതിന് പരിഹാരം ഉണ്ടാക്കേണ്ടതിന് വേണ്ടിയാണ്. അതാണ് പത്രോസ് തൻ്റെ 1-ാം ലേഖനം 2:24 പറഞ്ഞിരിക്കുന്നത്. അവൻ തൻ്റെ ശരീരത്തിന്മേൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പോൾ ദൈവത്തിനും നമുക്കും തമ്മിൽ കോമൺ ആയിട്ട് നോക്കിയാൽ നമുക്ക് പാപമുണ്ട്, ദൈവത്തിന് പാപമില്ല. അപ്പോൾ പാപമില്ലാത്ത ദൈവത്തോട് പാപമുള്ള നമുക്ക് പൊതുവായിട്ട് ഇടപെടാൻ പറ്റുകയില്ല. അപ്പോൾ ആ പാപങ്ങളെ നീക്കുവാനാണ് യേശു പ്രത്യക്ഷപ്പെട്ടത്. 1 പത്രോസ് 2:24. നാം പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തൻ്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി, അവൻ്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അപ്പം അങ്ങനെ നമുക്ക് പാപപരിഹാരം വന്നതോടുകൂടി നമുക്ക് പാപരഹിതമായ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മാറുന്നത് കൊണ്ട് ദൈവത്തോട് കൂട്ടായ്മ. ദൈവം പാപമില്ലാത്തവൻ. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായത്തിലെ വാക്യം കൂടെ ഓർത്താൽ മതി. അതെന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ, നമ്മുടെ പാപങ്ങളത്രേ ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റുന്നത്, ഭിന്നിപ്പിക്കുന്നത്. അപ്പോൾ പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. കോമണായിട്ട് നമുക്ക് ദൈവവുമായിട്ട് ബന്ധപ്പെടാൻ പറ്റുകയില്ല. എന്നാൽ പാപത്തിന് പരിഹാരം വന്നാൽ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ ആരുടെ വകയാണ്, പുതുതായി ജനിച്ചോ എന്നുള്ളത് ഉറപ്പാക്കണം എന്ന് പറഞ്ഞത്. എപ്പോഴും പാപം നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റും. യെശയ്യാവ് 59:1-2 രക്ഷിക്കുവാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുകിയിട്ടില്ല, കേൾക്കുവാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടുമില്ല. നിങ്ങളുടെ അകൃത്യങ്ങൾ അത്രേ നിങ്ങളെയും ദൈവത്തെയും തമ്മിൽ ഭിന്നിപ്പിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പാപങ്ങൾ അത്രേ അവൻ കേൾക്കാതെ വണ്ണം അവന്റെ മുഖത്തെ നിങ്ങൾക്ക് മറയ്ക്കുമാറാക്കിയത്. അപ്പം നമുക്കുള്ളതും ദൈവത്തിന് ഇല്ലാത്തതും എന്താണ്? വളരെ ക്ലിയറാണ്. നമുക്ക് പാപമുണ്ട്, ദൈവത്തിന് പാപമില്ല. അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മ ആചരിക്കണമെങ്കിൽ നമ്മുടെ പാപത്തിന് പരിഹാരം വരണം. പാപത്തിന് പരിഹാരം വന്നെങ്കിലേ ദൈവത്തോട് കൂട്ടായ്മ. അപ്പോൾ പാപത്തിന് പരിഹാരം വരുമ്പോൾ നമുക്ക് പുതുജന്മം ലഭിക്കുന്നു. നാം ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായിത്തീരും. ദൈവത്തിൻ്റെ അതേ സ്വഭാവത്തിന് കൂട്ടാളികൾ ആയിത്തീരുന്നു. പത്രോസിൻ്റെ 2-ാം ലേഖനം 1:4 കഴിഞ്ഞ ലേഖനം പഠിച്ചപ്പോൾ നമ്മളത് പഠിച്ചതാണ്. നമ്മെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആക്കുന്നു. കൂട്ടാളിയും കൂട്ടായ്മയും ഒരേ ഗ്രീക്ക് പദമാണ്. 2 പത്രോസ് 1:4. അവയാൽ നിങ്ങൾ ലോകത്തിൻ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞ് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികൾ ആകുന്നു. അവയാൽ അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങളും നൽകിയിരിക്കുന്നു. ഇവയാൽ നിങ്ങൾ ലോകത്തിൽ മോഹത്താലുള്ള നാശം വിട്ടൊഴിഞ്ഞിട്ട് ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളായി തീരുവാൻ ഇടവരുന്നു. കൂട്ടാളിയും കൂട്ടായ്മയും ഒരേ പദമാണെന്നുള്ളത് പറയാനാണ് ഞാൻ ഈ വാക്യം കാണിച്ചത്. അപ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൽ നിന്ന് ഒരു ജനനം കിട്ടിക്കഴിയുമ്പോഴാണ് ദൈവത്തിൻ്റെ സ്വഭാവം നമുക്കുണ്ടാകുന്നത്. ദിവ്യ സ്വഭാവം, ഗോഡ്സ് ഡിവൈൻ നേച്ചർ കംസ് ഇൻ ടു അസ്. അപ്പോൾ നമുക്ക് ദൈവത്തോട് ബന്ധപ്പെടുവാൻ, കൂട്ടായ്മ ആചരിക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് നമുക്ക് ദൈവത്തോട് കൂട്ടായ്മ ഉണ്ട്. ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മയുണ്ട്, ദൈവത്തോട് കൂട്ടായ്മയുണ്ട്. നമ്മൾ വായിച്ചുകൊണ്ടിരുന്ന യോഹന്നാൻ്റെ ലേഖനം 3-ാം വാക്യത്തിലേക്ക്, 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇതെന്തിനാ അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകുവാൻ, ഞങ്ങൾക്ക് നിങ്ങളോട് കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന് നിങ്ങളോട് അറിയിക്കുന്നു. എൻ്റെ അടുത്ത ലൈനും കൂടെ വായിക്കുകയാണെങ്കിൽ, ഞങ്ങളുടെ കൂട്ടായ്മയോ പിതാവിനോടും അവന്റെ പുത്രനായ യേശുക്രിസ്തുവിനോടുമാകുന്നു. അപ്പോൾ എന്ത് മനസ്സിലായി? ഞങ്ങൾ ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ്. നിങ്ങളും ഈ കൂട്ടായ്മയിലേക്ക് വന്നു കഴിയുമ്പോൾ ഞങ്ങളും നിങ്ങളും തമ്മിൽ കൂട്ടായ്മയായി, നാം എല്ലാവരും തമ്മിൽ കൂട്ടായ്മയായി. അപ്പോൾ എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരൊറ്റ കാര്യം, പാപമില്ല എന്നുള്ളതാണ്. പാപമില്ലാത്ത ആളുകൾക്കാണ് ഈ കൂട്ടായ്മ. അതുകൊണ്ടാണ് യേശുവും പറഞ്ഞത്, കണ്ടാലും ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ട്. കൂട്ടായ്മ, ആ കൂട്ടായ്മ ബന്ധം അവൻ നമുക്ക് നൽകുകയാണ് ചെയ്യുന്നത്. ഈ കൂട്ടായ്മയുടെ രഹസ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്,
4-ാം വാക്യത്തിലാണ് ഉള്ളത്. സന്തോഷപൂർണ്ണതയുടെ മാർഗം കൂട്ടായ്മയാണ്. നമുക്ക് എപ്പോഴും സന്തോഷം നഷ്ടപ്പെടുന്നത് ദൈവത്തോടുള്ള കൂട്ടായ്മ ഇല്ലാതാകുമ്പോഴാണ്. 4-ാം വാക്യം, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങൾ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. സന്തോഷം പൂർണ്ണമാകുവാൻ. അപ്പോൾ ദൈവത്തോട് കൂട്ടായ്മ നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യർക്ക് സന്തോഷം ഇല്ലാതായി പോകുന്നത്. അവർ അൺഹാപ്പിയാണ്, അവർക്ക് മൂടിയാണ്, ക്ലൗഡിയാണ്, അവർക്കൊരു ഉത്സാഹമില്ല, ഉന്മേഷമില്ല. കാരണം ദൈവം നമ്മളെ സൃഷ്ടിച്ചത് പാപരഹിതരായിട്ടാണ്. പക്ഷെ പാപത്തിൽ വീണ് കഴിഞ്ഞപ്പോൾ ആ ദൈവത്തോടുള്ള കൂട്ടായ്മ അനുഭവിക്കുവാൻ കഴിയാത്തത് കൊണ്ട് നമുക്ക് ദൈവത്തോടൊരു അകൽച്ച അനുഭവിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ സന്തോഷം നഷ്ടപ്പെടുന്നത്. അപ്പോൾ തിരിച്ച് കൂട്ടായ്മയിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നുന്ന ധൂർത്തുപുത്രൻ്റെ കാര്യം ഓർത്താൽ മതി. അവൻ വീട്ടിൽ നിന്ന് അകന്ന് ദൂരോട്ട് പോയി കഴിഞ്ഞപ്പോൾ അവൻ സന്തോഷം ഉണ്ടെന്നാണ് കരുതിയെങ്കിലും അത് നിലനിൽക്കുന്ന സന്തോഷം ആയിരുന്നില്ല. തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ആനന്ദം, യഥാർത്ഥത്തിലുള്ള സന്തോഷം, ആ കൂട്ടായ്മയുടെ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാൻ ഇടയായത്. യോഹന്നാൻ്റെ സുവിശേഷം നമ്മൾ പരിശോധിച്ചാൽ യേശു പലപ്പോഴും പറഞ്ഞ ചില വാക്യങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അറിയും. അവന് ഞാൻ എന്നെ തന്നെ വെളിപ്പെടുത്തും, ഞങ്ങൾ അവൻ്റെ കൂടെ വാസം ചെയ്യും. 14-ാം അധ്യായത്തിൽ നിന്നാണ് ഈ വാക്യങ്ങളെല്ലാം. കർത്താവായ യേശുക്രിസ്തു നമ്മിൽ വന്ന് നമ്മെ പിതാവായ ദൈവത്തോട് ബന്ധിപ്പിക്കുമ്പോഴാണ് നമുക്ക് യേശുക്രിസ്തു മുഖാന്തരം പിതാവായ ദൈവത്തോട് കൂട്ടായ്മ ഉണ്ടാകുകയും നമ്മുടെ സന്തോഷം പൂർണ്ണമാകുകയും ചെയ്യുന്നത്. എന്നാൽ കൂട്ടായ്മയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. അത് നമ്മൾ താഴെ ഇനി പഠിക്കാൻ പോകുന്ന വാക്യങ്ങളിലാണ് കിടക്കുന്നത്. എങ്കിലും ഇപ്പോൾ 7-ാം വാക്യം നമുക്ക് വായിച്ചാൽ, 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം വായിച്ചാൽ കൂട്ടായ്മയുടെ വ്യവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാം. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. ദൈവം നിരന്തരം വെളിച്ചത്തിലായിരിക്കുന്നത്, അവനിൽ ഇരുട്ട് ഒട്ടുമില്ല. എന്നാൽ നമ്മിൽ ഇരുട്ടിടയ്ക്കൊക്കെ വ്യാപരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ കൂട്ടായ്മ ബന്ധം നഷ്ടപ്പെട്ടു പോകുന്നതും സന്തോഷമില്ലാതാവുകയും ചെയ്യുന്നത്. അപ്പോൾ കൂട്ടായ്മയുടെ വ്യവസ്ഥ എന്താണ്? വെളിച്ചത്തിൽ നടക്കണം. വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ മാത്രമേ നമുക്ക് ആ കൂട്ടായ്മ നിലനിർത്തുവാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ദൈവം വെളിച്ചമാണെന്നുള്ള കാര്യം പറയുമ്പോൾ കർത്താവിന് പ്രസാദമുള്ളത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിൽ നടന്നുകൊള്ളുക എന്ന് ഓർമ്മപ്പെടുത്തുന്നത്. എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ വായിച്ചാൽ ആ കാര്യം കാണാൻ. മുമ്പേ നിങ്ങൾ ഇരുളായിരുന്നു, ഇപ്പോഴോ കർത്താവിൽ വെളിച്ചമാകുന്നു. കർത്താവ് വെളിച്ചമാണ്. നിങ്ങൾ പണ്ട് ഇരുളായിരുന്നു, ഇപ്പോൾ കർത്താവിൽ നിങ്ങൾ വെളിച്ചമായി. അതുകൊണ്ട് എന്ത് ചെയ്യണം? കർത്താവിനെ പ്രസാദമായത് എന്തെന്ന് പരിശോധിച്ചുകൊണ്ട് വെളിച്ചത്തിലുള്ളവരായി നടന്നുകൊള്ളുവിൻ. സകല സൽഗുണവും നീതിയും സത്യവുമല്ലോ വെളിച്ചത്തിന്റെ ഫലം. അപ്പൊ ഇതൊക്കെയാണ് ദൈവത്തിലുള്ളത്. അപ്പൊ അതേ കാര്യങ്ങൾ നമ്മളിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തോടുള്ള കൂട്ടായ്മ പാലിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. നാം വേറെ തരത്തിലും ദൈവം വേറെ തരത്തിലും ആണെങ്കിൽ കൂട്ടായ്മ ശരിയാകുകയില്ല. കൂട്ടായ്മയുടെ വ്യവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ, നാം ഒരിക്കലും അന്ധകാരത്തിൽ ഇരിക്കാൻ പാടില്ല. നമ്മെ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചിരിക്കുകയാണ്. യേശു സുവിശേഷം നിക്കോദിമോസിനോട് പറഞ്ഞതിൻ്റെ ആ കണ്ടിന്യൂവേഷൻ നിങ്ങൾ യോഹന്നാൻ 3-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചാൽ, വെളിച്ചം ലോകത്തിൽ വന്നു, എന്നിട്ടും ആളുകൾ ഇരുളിനെ സ്നേഹിച്ചു, വെളിച്ചത്തെക്കാൾ ഇരുളിനെ സ്നേഹിച്ചു. അവിടെയാണ് ദൈവത്തിൻ്റെ ന്യായവിധി വരുന്നതെന്ന് നമുക്ക് വായിക്കാൻ കഴിയും. 3-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ മതി. ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചത് തന്നെ. അവ ഈ വെളിച്ചത്തിനും ഇരുളിനും ഒരുമിച്ച് പോകാനൊക്കുകയല്ല, അല്ലെങ്കിൽ പാപത്തിനും ദൈവത്തിൻ്റെ വിശുദ്ധിക്കും തമ്മിൽ ഒരുമിച്ച് പോകാനൊക്കുകയല്ല. ആ പാപത്തിന് അന്ധകാരത്തിന് അറുതി വന്നു കഴിയുമ്പോഴാണ് നമുക്ക് ദൈവത്തോട് നിരന്തരം കൂട്ടായ്മ അനുഭവിക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ കൂട്ടായ്മ സന്തോഷപൂർണ്ണതയുടെ മാർഗമാണ്. കൂട്ടായ്മയ്ക്കൊരു വ്യവസ്ഥയുണ്ട്. ആ വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ വെളിച്ചത്തിൽ നടക്കണം. കൂട്ടായ്മയ്ക്കൊരു നേട്ടമുണ്ട്. അതെന്താണെന്നറിയാമോ? അതാണ് 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. നാം നിരന്തരം ദൈവത്തോടുള്ള കൂട്ടായ്മയിലാണ് ഇരിക്കുന്നതെങ്കിൽ യേശുവിൻ്റെ രക്തം നമ്മളെ നിരന്തരം ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കും. പാപത്തിൻ്റെ മേൽ നമുക്ക് ജയം തന്നുകൊണ്ടിരിക്കും. നമ്മളിൽ പാപം വരുന്നുണ്ട്, ദൈവത്തിൽ പാപം വരുന്നില്ല. പക്ഷെ നമ്മളിൽ വരുന്ന പാപത്തെ കഴുകി കളയുവാൻ തക്കവണ്ണം നാം വെളിച്ചത്തിൽ വസിക്കുകയും ദൈവത്തോട് അടുത്തിരിക്കുകയും ചെയ്യുമ്പോൾ ആ ശുദ്ധീകരണ പ്രക്രിയ നമ്മളിങ്ങനെ നടക്കുന്നു. അത് 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്തായാലും അർത്ഥം, നമ്മൾ അവനോടുള്ള നിരന്തര കൂട്ടായ്മയിൽ ഇരിക്കുകയാണെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാലിന്യങ്ങൾ നമ്മളിൽ വന്നാൽ അതെല്ലാം കഴുകി ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം
യേശുവിൻ്റെ രക്തം, യേശുവിൻ്റെ മരണം പര്യാപ്തമാണ്. പാപത്തിൻ്റെ മേൽ അങ്ങനെ നമുക്ക് ജയം കിട്ടുകയും നാം കൂട്ടായ്മയിൽ തുടരുകയും ചെയ്യും. കൂട്ടായ്മയ്ക്ക് അങ്ങനെ ഒരു നേട്ടമുണ്ട്, നമുക്ക് എപ്പോഴും വിശുദ്ധിയിൽ ഇരിക്കുവാനായിട്ട്. അപ്പോൾ കൂട്ടായ്മയിൽ നിന്ന് അകന്നു നിന്നാൽ, ഞാൻ ഏതെങ്കിലും ഒരു ചർച്ചിൻ്റെ കാര്യമല്ല പറയുന്നത്, ദൈവത്തിൻ്റെ കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിന്ന് അകന്നു പോയാൽ പാപം നമ്മുടെ മേൽ ആധിപത്യം എടുക്കും. എന്നാൽ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടന്നാൽ ആ ശുദ്ധീകരണം ദൈവത്തിന് യേശുക്രിസ്തുവിൻ്റെ രക്തം മൂലം നമ്മുടെ മേൽ വ്യാപരിപ്പിക്കുവാനായിട്ട് കഴിയും. അടുത്ത വാക്യം കൂടെ വായിക്കാം. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. അതായത് ഞാൻ ദൈവത്തെ പോലെ പരിശുദ്ധനായി തീർന്നു എന്ന് പറയാനൊക്കെയല്ല, നമുക്ക് പാപം ഇല്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മെ വിശുദ്ധീകരിച്ച് ഹൃദയശുദ്ധി തന്ന് ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നിർത്തുവാൻ തക്കവണ്ണം ദൈവം പ്രാപ്തനാണ്. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിക്കണം. കാരണം ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. അപ്പോൾ പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് ദൈവത്തിൻ്റെ ആ സ്വഭാവം നിലനിർത്തുക എന്നുള്ളതാണ് ഈ കൂട്ടായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടം. അതുകൊണ്ടാണ് 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ നിങ്ങൾക്ക് എഴുതുന്നു എന്ന് നാം വായിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ യേശുവിൻ്റെ രക്തത്തിന് 2 ഫംഗ്ഷൻ ഉണ്ടെന്നുള്ളതും കൂടി ഇവിടെ ഓർക്കുന്നത് നല്ലതാണ്. 1, നമ്മെ വീണ്ടെടുക്കുന്നു. 2, നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മരണം നമ്മെ വീണ്ടെടുക്കുന്നതും നമ്മെ ശുദ്ധീകരിക്കുന്നതും ആണ്. അപ്പോൾ അങ്ങനെ നമ്മളോട് ഈ ശുദ്ധീകരണത്തിൽ തുടരാനായിട്ട് ആവശ്യപ്പെടുമ്പോൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ദൈവം വെളിച്ചമാകുന്നു എന്നുള്ള കാര്യമാണ്. അവനിൽ ഇരുട്ട് ഒട്ടുമില്ല, അശേഷം ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മിൽ ഇരുട്ട് വരാൻ പാടില്ല. വരുന്ന ഇരുട്ടുകളൊക്കെ അവൻ്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കപ്പെട്ടുകൊണ്ടിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് അവനോടുള്ള ബന്ധത്തിൽ കൂട്ടായ്മയിൽ പോകാനൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ടാസ്ക് എന്താ? നമ്മുടെ ടാസ്ക് പുട്ട് ഓൺ ക്രൈസ്റ്റ്. നാം ക്രിസ്തുവിനെ ധരിച്ചിരിക്കണം. നാം അന്ധകാരത്തിൽ നിന്ന് എപ്പോഴും അത്ഭുത പ്രകാശത്തിൽ തന്നെ, ആ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ തന്നെ ആയിരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത്. അപ്പോൾ കൂട്ടായ്മ ഈ തരത്തിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനാണ് ഈ കാര്യം ഈ സഹോദരന്മാരെ, ഇത് വായിക്കുന്ന ആളുകളെ യോഹന്നാൻ ഓർമ്മപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് യോഹന്നാൻ കണ്ടും കേട്ടുമുള്ളത് അറിയിച്ചത്? കൂട്ടായ്മ, ദൈവത്തോടുള്ള കൂട്ടായ്മ, പരസ്പരമുള്ള കൂട്ടായ്മ. കൂട്ടായ്മയ്ക്ക് വിഘാതമാകുന്നത് പാപമാണ്, അന്ധകാരമാണ്. അതിനെ നീക്കം ചെയ്തിട്ട് ദൈവത്തോടുള്ള നിരന്തര കൂട്ടായ്മയിൽ ഇരുപ്പാൻ തക്കവണ്ണം നമുക്കും ഈ ക്ലാസ്സുകൾ പഠിക്കുമ്പോൾ നമ്മളെ ദൈവത്തിൽ സമർപ്പിക്കാം. രണ്ടാമതായിട്ട് ഈ ലേഖനം എഴുതിയതിൻ്റെ ഉദ്ദേശം 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിലുള്ളത്, ദാറ്റ് വി മേ ഹാവ് ജോയ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ ഞങ്ങളിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പോൾ 1-ാമത് കൂട്ടായ്മ ഉണ്ടാകുവാനായിട്ട് എഴുതി, 2-ാമത് സന്തോഷം പൂർണ്ണമാകുവാനായിട്ടാണ് എഴുതിയത്. 2 കാര്യങ്ങൾ ആദ്യം ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഫെലോഷിപ്പ് ഈസ് ദി ആൻസർ ടു ലോൺലിനെസ്. മനുഷ്യർക്കെല്ലാം ഉള്ളൊരു വലിയ പ്രശ്നമാണ് ഏകാന്തത. ആരോടും ബന്ധപ്പെടാനില്ല, ദൈവത്തോടാണെങ്കിൽ ഒട്ടും ബന്ധപ്പെടാൻ പറ്റുന്നില്ല. കൂട്ടായ്മയാണ് അതിൻ്റെ പരിഹാരം. നാം ദൈവത്തോടുള്ള കൂട്ടായ്മയിലും പരസ്പര കൂട്ടായ്മയിലും ആകുമ്പോൾ നമ്മുടെ ഏകാന്തതയ്ക്ക് അറുതി വരുന്നു. ഇനി സന്തോഷത്തെക്കുറിച്ച് ആണ് ഇപ്പോൾ പറയുന്നത്. സന്തോഷം എന്തിനുള്ള പരിഹാരമാണെന്ന് ചോദിച്ചാൽ, ഒരു ശൂന്യതാബോധം ആളുകളുടെ ഉള്ളിലുണ്ട്. എംപ്റ്റിനെസ്, ഹോളോനെസ്. നമ്മുടെ അകത്തൊരു ശൂന്യത, ഒരു വല്ലാത്ത അവസ്ഥ നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ, ഒരു ശൂന്യതാബോധം ഇരിക്കുന്നുണ്ടെങ്കിൽ, സന്തോഷം അവിടെ വന്ന് നിറയുമ്പോൾ അത് അതിനുള്ള ഉത്തരമാണ്. അപ്പം കൂട്ടായ്മ ഏകാന്തതയ്ക്കുള്ള പരിഹാരവും സന്തോഷം ശൂന്യതയ്ക്കുള്ള പരിഹാരവുമായിട്ടാണ് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു പക്ഷേ ഈ യോഹന്നാൻ്റെ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ സന്തോഷമെന്നുള്ള പദം ഇവിടെ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് എനിക്കറിയാൻ പാടില്ല. ഈ 5 അധ്യായങ്ങൾ വേറൊരു സ്ഥലത്തും സന്തോഷമെന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടില്ല. ശ്രദ്ധിച്ച് വായിക്കുക. എന്നാൽ ഈ പുസ്തകത്തിൽ ഉടനീളം നമ്മൾ കാണുന്ന ഒരാശയമാണ് എന്ത്? സന്തോഷം. ഏത് അധ്യായം വായിച്ചാലും ആ സന്തോഷത്തെയും അതിൻ്റെ പരിപൂർണതയെയും കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നു. അല്ല, ഇങ്ങനെയൊന്ന് ഓർത്ത് നോക്കിയേ, ദൈവത്തോടുള്ള കൂട്ടായ്മ നാം നിരന്തരം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് നമുക്ക് സന്തോഷപൂർണത നൽകും. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയുണ്ട്. ഇതിൻ്റെ വലത്തുഭാഗത്ത് എന്നും പ്രമോദങ്ങളും. അതെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷത്തിൻ്റെ പരിപൂർണത ഉണ്ട്. 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിലാണ് നാം അത് വായിക്കുന്നത്. അപ്പോൾ ഈ സന്തോഷത്തെ ഹനിക്കുന്നത്,
സന്തോഷത്തെ ഇല്ലാതാക്കി കളയുന്നത് എന്താ? പാപമാണ്. അപ്പോൾ ലോകത്തിലുള്ള എല്ലാ അസന്തുഷ്ടിയുടെയും അടിസ്ഥാനം വീണ്ടും പാപമാണ് എന്നുള്ള കാര്യം യോഹന്നാൻ ഓർമ്മപ്പെടുത്തുക ചെയ്യുന്നത്. 16-ാം സങ്കീർത്തനം 11-ാം വാക്യത്തിൽ, ജീവന്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും, നിന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും നിന്റെ വലതുഭാഗത്ത് എന്നും പ്രമോദങ്ങളുമുണ്ട്. അപ്പോൾ നമ്മൾ ആ കൂട്ടായ്മയിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സന്തോഷത്തിൻ്റെ പരിപൂർണത നിരന്തരം അനുഭവിക്കുവാനായിട്ട് കഴിയും. എന്നാൽ അവനിൽ നിന്ന് അകന്നു പോകുന്നത് പാപം നമ്മളിൽ പ്രവേശിക്കുന്നതായതുകൊണ്ട് പാപം പലപ്പോഴും നമുക്ക് സന്തോഷം വാഗ്ദാനം ചെയ്യും, ഇല്ലേ? ധൂർത്തുപുത്രന് സന്തോഷം വാഗ്ദാനം ചെയ്തത് പാപമായിരുന്നു. എന്നാൽ അത് താൽക്കാലികമാണെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. അതാണ് പൂർവ്വപിതാക്കന്മാരൊക്കെ കണ്ടുപിടിച്ചത്. എബ്രായലേഖനം 11:24 പാപത്തിൻ്റെ താൽക്കാലിക ഭോഗം എന്ന പ്രയോഗമുണ്ട്. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് ഏറ്റവും ഉന്നതമാണെന്ന് മോശ തിരഞ്ഞെടുത്തതുപോലെ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് എന്നും പ്രമോദമുണ്ട്. പാപത്തിൻ്റെ അടുക്കലാണെങ്കിൽ തൽക്കാലം മാത്രമേ സന്തോഷം ഉണ്ടാവുകയുള്ളൂ. ഈ വ്യത്യാസം കാണുന്നുണ്ടോ? ദൈവം നമുക്ക് നൽകുന്നത് നിത്യജീവൻ, നിത്യാനന്ദം. എന്നാൽ പാപം നമുക്ക് നൽകുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം മാത്രമാണ്. അത് നിലനിൽക്കുന്നതല്ല എന്ന് അറിഞ്ഞിരിക്കണം. വിശ്വാസത്താൽ മോശെ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടു കൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. പാപത്തിൻ്റെ താൽക്കാലിക ഭോഗത്തേക്കാൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്തുള്ള നിരന്തര പ്രമോദം അനുഭവിക്കുവാനായിട്ട് നമുക്ക് കഴിയണമെന്നുണ്ടെങ്കിൽ നാം ആ കൂട്ടായ്മ ബന്ധത്തിൽ തന്നെ തുടരേണ്ടതാണ്. ദൈവത്തെയും നമ്മയും തമ്മിൽ അകറ്റുന്ന പാപം നമുക്ക് പലപ്പോഴും താൽക്കാലികമായിട്ടുള്ളൊരു സന്തോഷം വാഗ്ദാനം ചെയ്യും. എന്നാൽ ദൈവം നമുക്ക് നൽകുന്ന ജീവൻ നിത്യജീവനാണ്. ദൈവം നമുക്ക് നൽകുന്ന ആനന്ദം നിത്യ ആനന്ദമാണ്. ദൈവം നിത്യനായതുകൊണ്ട് ദൈവത്തിൽ നിന്ന് ഇറങ്ങി വരുന്നതെല്ലാം നിത്യമായിട്ടുള്ള കാര്യങ്ങളാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പാപം താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകുമ്പോൾ ദൈവം നമുക്ക് നിത്യാനന്ദം നമ്മുടെ തലമേൽ പകരുകയാണ് ചെയ്യുന്നത്. യേശുക്രിസ്തു ഈ ലോകത്തിലായിരുന്നപ്പോൾ തൻ്റെ ശിഷ്യന്മാരെ ധൈര്യപ്പെടുത്തിയ ചില വാക്യങ്ങൾ ഈ സന്തോഷത്തോടുള്ള ബന്ധത്തിൽ നാം ഓർത്തിരിക്കുന്നത് നല്ലതാണ്. യോഹന്നാൻ 16-ാം അധ്യായത്തിൻ്റെ 22-ാം വാക്യത്തിൽ, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല എന്ന് യേശു ശിഷ്യന്മാരെ ഓർമ്മപ്പെടുത്തി. 16:22 നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നമുക്ക് ദൈവത്തോടുള്ള ആ കൂട്ടായ്മ ബന്ധം ഉണ്ടായി കഴിയുമ്പോൾ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. അത് നമ്മളിൽ നിന്ന് എടുത്തു കളയാൻ നമുക്കല്ലാതെ വേറെ ആർക്കും കഴിയത്തില്ല. നാം പാപത്തിലേക്ക് താൽക്കാലിക ഭോഗങ്ങളിലേക്ക് പോകുമ്പോഴാണ് ഈ സന്തോഷം നഷ്ടപ്പെടുന്നത്. അതുകൊണ്ടാണ് ദാവീദ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന്. തനിക്ക് പാപം വന്നപ്പോൾ സന്തോഷം പോയി. പിന്നെ ആ രക്ഷയുടെ സന്തോഷം തിരികെ ലഭിക്കണമെങ്കിൽ പാപക്ഷമ പ്രാപിക്കേണ്ടത് ആവശ്യം. നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല. നമ്മുടെ സന്തോഷം പൂർണ്ണമാകുന്നത് നാം ദൈവത്തോടുള്ള ആ കൂട്ടായ്മയിൽ ഇരിക്കുമ്പോഴാണ്. യോഹന്നാൻ 15-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ, യോഹന്നാൻ 15:11 എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിക്കുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിക്കുന്നു. കണ്ടോ, നമുക്ക് ദൈവത്തിൻ്റെ ആ സന്തോഷം, അവൻ്റെ വലത്തുഭാഗത്തുള്ള ആ പ്രമോദം നമ്മുടെ ഉള്ളിൽ ഇരിപ്പാൻ, എൻ്റെ സന്തോഷം നിങ്ങളിൽ ഇരിപ്പാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും ഞാനിത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ദൈവത്തോടുള്ള കൂട്ടായ്മ നമ്മുടെ സന്തോഷത്തെ പൂർത്തീകരണത്തിലേക്ക് നയിക്കും. അതുകൊണ്ട് ഈ ലേഖനം എഴുതിയിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം, അല്ലെങ്കിൽ പങ്കുവെക്കുന്നതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. അപ്പോൾ ദൈവമായിട്ടുള്ള കൂട്ടായ്മ ബന്ധം ഉണ്ടാകുവാൻ, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. വേറെ ആംഗിളിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ, യോഹന്നാൻ ഈ കൂട്ടായ്മയിലേക്ക് പ്രവേശിച്ചു, തൻ്റെ സന്തോഷം പൂർണ്ണമായി. ഈ ഒരു അനുഭവത്തിലേക്ക് തൻ്റെ വായനക്കാരും എത്തുന്നതിന് വേണ്ടിയാണ് ഈ ലേഖനം എഴുതി നമ്മോട് ഈ കാര്യങ്ങളൊക്കെ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് നമുക്കതിൻ്റെ ഗുണഭോക്താക്കളാകണം. അവനോടുള്ള കൂട്ടായ്മയിൽ വെളിച്ചത്തിൽ തന്നെ നിരന്തരം നടക്കണം. ആ സന്തോഷം നമ്മളിൽ എന്നും നിറഞ്ഞു നിൽക്കണം. ദയവായി പാപത്തിൻ്റെ താൽക്കാലിക ഭോഗങ്ങളിലേക്കാരും തിരിഞ്ഞു പോകരുത് എന്ന് ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഈ ലേഖനം എഴുതിയതിൻ്റെ അല്ലെങ്കിൽ പങ്കുവച്ചതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം, 1 യോഹന്നാൻ 2:1. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ
ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. അപ്പം മൂന്നാമതായിട്ട് യോഹന്നാൻ പങ്കുവെക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ എഴുതിയതിൻ്റെ കാരണം, നിങ്ങൾ പാപം ചെയ്യാതിരുപ്പാൻ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ യോഹന്നാൻ്റെ ലേഖനം നിങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതിലേറ്റവും പ്രധാനമായിട്ട് ഡീൽ ചെയ്യുന്നൊരു വിഷയം പാപം എന്ന് പറയുന്നതാണ്. കാരണം ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരാൾക്ക് പാപം ചെയ്യാൻ ഒക്കുകയില്ല, കൂട്ടായ്മയിൽ തുടരണമെങ്കിൽ പാപം ചെയ്യാൻ ഒക്കുകയില്ല, സന്തോഷപൂർണ്ണത അനുഭവിക്കണമെങ്കിൽ പാപം ചെയ്യാൻ ഒക്കുകയില്ല. അതുകൊണ്ട് ഒരു കീ വാക്യമാണ്, കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരുപ്പാൻ ഞാനിത് നിങ്ങൾക്ക് എഴുതുന്നു. രക്ഷിക്കപ്പെട്ട കർത്താവിനെ അനുഭവിച്ച ആളുകൾക്ക് പാപത്തിലേക്ക് പോകാനുള്ള പ്രവണത ലോകത്തിൽ നിന്നും ജഡത്തിൽ നിന്നും പിശാചിൽ നിന്നും ഒക്കെ വന്നുകൊണ്ടിരിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് ജനിച്ച ഒരുത്തനും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. നമുക്ക് 3-ാം അധ്യായം നോക്കിയാൽ ആ പാപത്തിൻ്റെ പ്രശ്നത്തെ യോഹന്നാൻ കൈകാര്യം ചെയ്യുന്ന ചില വാക്യങ്ങൾ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിലുണ്ട്. 6-ാം വാക്യവും 8-ാം വാക്യവും മാത്രം നമുക്ക് വായിക്കാം. അവനിൽ വസിക്കുന്നവൻ ആരും പാപം ചെയ്യുന്നില്ല. അവനിൽ വസിക്കുക, അവനോടുള്ള കൂട്ടായ്മയിൽ തുടരുന്നവരാരും എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. പാപം ചെയ്യുന്നവൻ ആരും അവനെ കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടുമില്ല. അപ്പൊ പാപമാണ് ദൈവത്തെയും നമ്മളെയും തമ്മിൽ അകറ്റുന്നത്, കൂട്ടായ്മ നശിപ്പിക്കുന്നു, സന്തോഷം നശിപ്പിക്കുന്നു. അപ്പൊ അതൊക്കെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അവനെ അറിഞ്ഞു കഴിഞ്ഞ ആളുകൾ ഇനി എന്ത് ചെയ്യുന്നില്ല? പാപം ചെയ്യുന്നില്ല. 8-ാം വാക്യം, പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു. അപ്പോൾ തീർന്നല്ലോ. അതായത് 2 ആളുകളെ ഉള്ളെന്ന് ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ മക്കളും പിശാചിൻ്റെ മക്കളും. യോഹന്നാൻ പറഞ്ഞത് ഞാൻ ഓർമ്മപ്പെടുത്തിയതാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പാപം ചെയ്യുകയാണെങ്കിൽ പാപം ചെയ്യുന്നവൻ ആരുടെ മകനാണ്? പിശാചിൻ്റെ മകനാണ്. അപ്പോൾ ഇനി ഒരു പ്രശ്നമായി, ഇനി അതിന് പരിഹാരമൊന്നും ഇല്ലേ എന്ന് ചോദിച്ചാൽ പരിഹാരമുണ്ട്. 4-ാം വാക്യം, 3-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം, പാപം ചെയ്യുന്നവൻ എല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ. പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അതുകൊണ്ടാണ് അവന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞത്. 3:5 പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. 8-ാം വാക്യത്തിൽ പറഞ്ഞു, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പൊ നമ്മളെ പാപത്തിൽ നിന്ന് വിടുവിക്കുക, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്ന് മോചിപ്പിക്കുക എന്നുള്ളതാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായതിൻ്റെ അടിസ്ഥാന ലക്ഷ്യം. ജീവൻ പ്രത്യക്ഷമായി, ജീവൻ അനുഭവിച്ചു, ജീവൻ പങ്കുവെച്ചു. ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജീവൻ പ്രത്യക്ഷമായത് എന്തിനു വേണ്ടിയായിരുന്നു? പാപങ്ങളെ നീക്കുവാൻ. അതല്ലേ ഇപ്പോൾ 5-ാം വാക്യത്തിൽ വായിച്ചത്? പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അപ്പോൾ അവൻ പ്രത്യക്ഷനായി. എന്തിനാ പ്രത്യക്ഷനായത്? പാപങ്ങളെ നീക്കുവാൻ. ഈ പാപത്തിൽ നമ്മളെ തളച്ചിട്ടിരുന്നത് പിശാചാണെങ്കിൽ 8-ാം വാക്യത്തിൽ പറഞ്ഞു, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അപ്പോൾ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് പറയുന്ന 2 വാക്യങ്ങൾ ഇപ്പോൾ നമുക്ക് കിട്ടി. എന്തിനാ പ്രത്യക്ഷനായത്? പാപങ്ങളെ നീക്കുവാനും പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാനും. അപ്പോൾ വാസ്തവത്തിൽ കാൽവരി ക്രൂശിൽ യേശുക്രിസ്തു എന്താ ചെയ്തത് എന്ന് നാം മനസ്സിലാക്കണം. ഒന്ന്, ഹി ഡൈഡ് ടു ക്യാരി ദ പെനൽറ്റി ഓഫ് അവർ സിൻസ്. നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി. യേശു കാൽവറിയിൽ മരിച്ചപ്പോൾ ഒന്നാമത് സംഭവിച്ചത്, നാം ചെയ്ത പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു, നമുക്ക് പകരം അവനവിടെ മരിച്ചു എന്നുള്ളതാണ്. പക്ഷെ മരിച്ച യേശു കാൽവരി ക്രൂശിൽ ഇരിക്കുകയല്ല, അവനെ അടക്കി, അവൻ അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് ഇപ്പോൾ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ഇത് രണ്ടും നമ്മൾ കാണണം. സാധാരണഗതിയിൽ ഈ കാൽവറിയിൽ യേശു മരിച്ചു എന്ന് പറയുമ്പോൾ മരിച്ച യേശുവിനെ കുറിച്ച് മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. എന്നാൽ മരിച്ച യേശു അവിടെ ഇരിക്കുന്നില്ല. മരിച്ചത് എന്തിനാണ്? നമ്മുടെ പാപങ്ങളുടെ ശിക്ഷ താൻ ഏറ്റെടുത്തുകൊണ്ടാണ് മരിച്ചത്. അവിടെ സുവിശേഷം തീരുന്നില്ല, സുവിശേഷം പിന്നെയും തുടരുകയാണ്. സുവിശേഷം എന്താണ്? മരിച്ച അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു. അപ്പോൾ ഇങ്ങനെ സ്വർഗാരോഹണം ചെയ്ത യേശു ഇപ്പോൾ ഒരു മഹാപുരോഹിത ശുശ്രൂഷ ചെയ്തുകൊണ്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരിപ്പുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുഴുവൻ വായിക്കുന്നില്ല. നമ്മൾ ആദ്യം ഒരു ഭാഗം മാത്രം വായിച്ചപ്പോഴാണ് കുഞ്ഞുങ്ങളെ നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ. തുടർന്ന് വായിച്ചാട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ? കണ്ടോ, അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ. ഇതാണ് എല്ലാവരുടെയും വലിയ പ്രശ്നം. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ? പാപം ചെയ്യാൻ പാടില്ല, ചെയ്തു പോയി, അറിയാതെ അബദ്ധവശാൽ ചെയ്തു പോയെങ്കിൽ ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ, നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. കണ്ടോ, നമുക്ക് ഒരു കാര്യസ്ഥൻ പിതാവിന്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവ്വലോകത്തിന്റെ പാപത്തിനും തന്നെ. അപ്പൊ നമുക്ക് പാപത്തിന് പരിഹാരം പ്രായശ്ചിത്തം ചെയ്തുകൊണ്ട് പിതാവിന്റെ സന്നിധിയിൽ, പിതാവിന്റെ വലത്തുഭാഗത്ത് പുത്രൻ ഇപ്പോൾ ഉണ്ട്.
നമുക്ക് വേറെ ചില വാക്യങ്ങളോട് ഇതിനോട് ചേർക്കേണ്ടതുണ്ട്. റോമാലേഖനം 8:34 നാം വായിക്കുന്നത്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരിച്ചിട്ട് അടക്കപ്പെട്ടവൻ, അടുത്തിട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് ഇപ്പം അവൻ എന്ത് ചെയ്യുകയാണ്? പിതാവിൻ്റെ വലത്തുഭാഗത്തിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. 8:34 റോമാലേഖനം 8:34. ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗുണം എന്താണ്? എബ്രായർ ലേഖനം 7:25 പറഞ്ഞു. എബ്രായർ 7:25 താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവരെ രക്ഷിക്കാൻ, പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാണ്. അതിനായിട്ട് അവൻ സദാ ജീവിച്ചിരിക്കുകയാണ് എന്ന് എബ്രായർ ലേഖനം 7:25 നാം വായിക്കുന്നു. അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിപ്പാൻ അവൻ പ്രാപ്തനാകുന്നു. അപ്പൊ പാപത്തിന്റെ ശിക്ഷ താൻ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, ഇനി പാപം ചെയ്യാതിരിപ്പാനും പാപം ചെയ്തു പോയാൽ അതിൻ്റെ ക്ഷമ ദൈവത്തിൽ നിന്ന് വാങ്ങി നൽകുവാനുമായിട്ട് നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ പിതാവിൻ്റെ അടുക്കൽ നമുക്ക് ഉണ്ട്. ഇതാണ് നമുക്ക് അവനോടുള്ള ധൈര്യം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പാപം ചെയ്യാതെ ഈ ലോകത്തിൽ മുന്നോട്ട് പോകുവാൻ തക്കവണ്ണം, ഒരു പക്ഷേ നമ്മെ കുറ്റം പറയുന്ന അപവാദി ഉണ്ടല്ലോ. പിശാചിൻ്റെ ജോലി അതാണല്ലോ, രാപ്പകൽ നമ്മെ കുറ്റം പറഞ്ഞുകൊണ്ട്, അപവാദം പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത്. എന്നാൽ അപവാദി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ അങ്ങേപ്പുറത്ത് ഒരു അഭിഭാഷകൻ നിൽപ്പുണ്ട്. മനസ്സിലായോ? അഡ്വക്കേറ്റ് ആൻഡ് അക്യൂസർ എന്ന് വേണമെങ്കിൽ പറയാം. പിശാച് നമ്മളെ കുറ്റം പറഞ്ഞുകൊണ്ട്, അപവാദം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് നമുക്ക് വേണ്ടി ഒരു അഭിഭാഷകൻ, ഒരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു കാര്യസ്ഥൻ ഉണ്ട്. ആരെങ്കിലും പാപം ചെയ്തു പോയെങ്കിൽ, ചെയ്യാൻ പാടില്ല, ചെയ്തു പോയെങ്കിൽ നമുക്കൊരു കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. ഈ രണ്ട് പദങ്ങൾ നിങ്ങൾ ഓർത്തിരുന്നാൽ മതി, അപവാദിയും അഭിഭാഷകനും, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആൻഡ് അക്യൂസർ. പിശാച് നമ്മളെ അക്യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കേസ് ദൈവത്തോട് ബാധിക്കുന്നതിനും നമുക്ക് പാപപരിഹാരം വാങ്ങി തരുന്നതിനുമായിട്ട് നമുക്ക് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ വക്കീലായിട്ട്, നമ്മുടെ കാര്യസ്ഥനായിട്ട് പിതാവിൻ്റെ അടുക്കലുണ്ട്. ആ മഹാപുരോഹിത ശുശ്രൂഷ എന്ന് പറയുന്നത് വളരെ ഉന്നതമായ ഒരു ശുശ്രൂഷയാണ് എന്ന് അറിഞ്ഞിരിക്കണം. ഞാൻ ഈ സമയത്ത് ഒരു കാര്യം, പലരുടെയും മനസ്സിലുള്ള ഒരു ആശങ്ക, ചോദ്യം, അതിന് മറുപടി നൽകാൻ ആഗ്രഹിക്കുന്നു. അതെന്താണെന്ന് ചോദിച്ചാൽ, ഒരുപാട് ആളുകൾക്ക് ക്രിസ്ത്യാനികളായാൽ കൊള്ളാം, പുതുതായി ജനിച്ചാൽ കൊള്ളാം, ക്രിസ്തു വിശ്വാസത്തിലേക്ക് വന്നാൽ കൊള്ളാമെന്നുണ്ട്. എന്നാൽ അങ്ങനെ വന്നെന്ന് പറയുന്ന ആളുകളുടെ ജീവിതം കാണുമ്പോൾ അവരൊക്കെ പാപത്തിലാണല്ലോ ജീവിക്കുന്നത്, പിന്നെ ഞാനും കൂടെ എന്തിനാണ് ഈ കൂട്ടത്തിലേക്ക് പോകുന്നത്, പാപരഹിത ജീവിതം അസാധ്യമാണ് എന്ന് ചിന്തിച്ച് പിന്മാറി നിൽക്കുന്ന, മടിച്ചു നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലായോ? അതായത് രക്ഷിക്കപ്പെട്ടെന്ന് പറയുകയും പുതുജന്മം പ്രാപിച്ചു എന്ന് പറയുകയും ചെയ്യുന്ന അനേകം ആളുകൾ മാതൃകയില്ലാത്ത ജീവിതം നയിക്കുന്നത് കൊണ്ട് മടിച്ചു നിൽക്കുന്ന, അറച്ചു നിൽക്കുന്ന ആളുകളുണ്ട് ഈ ജീവിതത്തിലേക്ക് കടന്നു വരാനായിട്ട്. അല്ലെങ്കിൽ പലരുടെയും ഹൃദയത്തിൽ ആശങ്കയുണ്ട്, ഞാൻ ഇനിയും പാപം ചെയ്തു പോകുമോ, പാപം ചെയ്താൽ ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞു, ഞാനങ്ങനെ പുനഃസ്ഥാപിച്ച് വന്നവനാണ്, ഇനിയും ഞാൻ പാപം ചെയ്തു പോകുമോ എന്നൊരാശങ്ക പലരെയും മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ യോഹന്നാൻ നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നമുക്ക് യോഹന്നാൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 8-9 വാക്യങ്ങൾ വായിച്ചാൽ അതിൻ്റെ മറുപടി കിട്ടും. അതായത് നമ്മൾ മനുഷ്യരായിരിക്കുന്നിടത്തോളം കാലം നോ ഡൗട്ട് വി വിൽ ഫോൾ ഇൻ ടു സിൻ. ഏതെങ്കിലുമൊക്കെ നോട്ടത്തിലോ വാക്കിലോ പ്രവൃത്തിയിലോ ചിന്തയിലോ അറിയാതെയൊക്കെ പലപ്പോഴും പാപത്തിൽ വീണു പോയി എന്ന് വരാം. 8-ാം വാക്യം, നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. അപ്പൊ അങ്ങനെ ഒരവസ്ഥയില്ല, അറിയാതെയൊക്കെ പലതും സംഭവിച്ചെന്ന് വരാം. പക്ഷെ അതിനൊരു പരിഹാരം 9-ാം വാക്യത്തിലുണ്ട്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ, അത് ഒളിച്ചു വെക്കരുത്. നാം ആ പാപങ്ങളെ എന്ത് ചെയ്യണം? ഏറ്റുപറയാം. സ്വയം ന്യായീകരണത്തിലേക്ക് പോകരുത്. നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനുമാകുന്നു. നമ്മൾ ഏറ്റുപറയുന്നുവെങ്കിൽ, അത് സമ്മതിച്ചാൽ മതി. എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഞാൻ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ദൈവം നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചു തരികയാണ് ചെയ്യുന്നത്. ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. അതിനതിന് വിശ്വസ്തനാണ്, അവനതിന് നീതിമാനും ആ കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ തക്കവണ്ണം പ്രാപ്തനും ആണ്. ഒരു വിശ്വാസി പാപം ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ പാപം ചെയ്യണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല കേട്ടോ. ഈ പറഞ്ഞ കാര്യം കേട്ട ആളുകൾ ആരെങ്കിലുമൊക്കെ എന്നാൽ പാപം ചെയ്യാനൊരു
അനുവാദം കൂടെ കിട്ടിയല്ലോ എന്ന് കരുതാനല്ല. പാപം ചെയ്യേണ്ടതായിട്ടുള്ള യാതൊരു ആവശ്യവും ഇല്ല. നമുക്കതിനെ എതിർത്ത് പാപത്തോട് പോരാടാൻ കഴിയും. പാപത്തോട് പോരാടുന്നതിൽ പ്രാണത്യാഗത്തോളം എതിർത്ത് നിൽക്കണം. അങ്ങനെ കഴിയും. എന്നാൽ എവിടെയെങ്കിലും നമുക്ക് പ്രലോഭനങ്ങൾ വന്നിട്ട് അതിനകത്ത് വീണു പോവുകയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു അത് നോക്കിക്കോളും. രോഗം ബാധിച്ച ഒരു സഹോദരി ഒരിക്കൽ സർജറിയിൽ കൂടി കടന്നു പോവുമായിരുന്നു. അപ്പോൾ ആ സർജറിയുടെ സമയത്ത് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായെങ്കിലോ എന്ന് ആ സഹോദരിയോട് കൂട്ടുകാർ ചോദിച്ചു. ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് സർജറി വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. അപ്പോൾ ഈ കോംപ്ലിക്കേറ്റഡ് സർജറിയിൽ കൂടി കടന്നു പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിക്കാൻ സാധ്യതയില്ലേ എന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞുണ്ട്, സാധ്യതയുണ്ട്. പക്ഷെ അതൊക്കെ ആര് നോക്കിക്കോളും? അത് ഡോക്ടർ നോക്കിക്കോളും. അതിനല്ലേ ഡോക്ടർ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുകയാണ്. നമ്മൾ ക്രിസ്തീയ ജീവിതത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ കോംപ്ലിക്കേഷൻസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കൊക്കെ ചില പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ ഒക്കെ വന്നെന്ന് വരാം. എന്നാൽ അതെല്ലാം നോക്കാൻ നമുക്കൊരു കാര്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അത് പാപം ചെയ്യാനുള്ള ലൈസൻസ് അല്ല, ഇന്ന് സർജറി ചെയ്യാനുള്ള ലൈസൻസ് അല്ല. പക്ഷേ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതിൽ നമ്മളെ വിടുവിച്ച് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനുണ്ട്. അല്ലാതെ അവൻ നമുക്ക് വേണ്ടി മരിച്ചു, ഇനിയെല്ലാം നിങ്ങൾ നോക്കിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ വിട്ടിട്ട് പോയിട്ടില്ല. ആ ക്രൂശിൻ്റെ അർത്ഥം ഒരിക്കലും മറക്കരുത്. കാൽവരി ക്രൂശിൽ നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ ഏറ്റെടുത്തു എന്ന് മാത്രമല്ല, അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമുക്ക് വേണ്ടി ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ശുശ്രൂഷ അർപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കാര്യസ്ഥൻ നമുക്കുണ്ട്. അതുകൊണ്ട് 2-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ ഒന്നുകൂടെ വായിക്കേണ്ടതാണ്. എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അപ്പോൾ ആ കാര്യസ്ഥൻ നമ്മുടെ കാര്യം പിതാവിനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ക്രമീകരിച്ച് തരും. അതുകൊണ്ട് നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ യോഹന്നാൻ പങ്കുവെച്ച് തരുന്നതിൻ്റെ 5 കാര്യങ്ങളിൽ 3 കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. 1, കൂട്ടായ്മ ഉണ്ടാകേണ്ടതിന്. 2, നമ്മുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. 3, നിങ്ങൾ പാപം ചെയ്യാതിരിക്കുവാൻ. നമുക്ക് മുമ്പോട്ട് പോകാം. 4-മതായിട്ട് 2-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത്, അല്ലെങ്കിൽ നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കേണ്ടതിനായിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. 2:26. നിങ്ങളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഞാനിത് നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. നമ്മളൊന്ന് പരിഷ്കരിച്ച് വായിക്കുകയാണെങ്കിൽ, നിങ്ങൾ തെറ്റിപ്പോകാതിരിപ്പാൻ, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് എഴുതുന്നത്. അതായത് പലതരത്തിലുള്ള വഞ്ചനകളിൽ വിശ്വാസികൾ വീഴാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവത്തോടുള്ള കൂട്ടായ്മ അസാധ്യമാണ് എന്ന് പറയുന്ന ആളുകളുണ്ടാകാം. അതാണല്ലോ ജ്ഞാനവാദികളൊക്കെ ചെയ്തത്. അതുപോലെ തന്നെ ഒരിക്കലും സന്തോഷം പൂർണ്ണമാകുകയില്ല, എപ്പോഴെങ്കിലുമൊക്കെ ദുഃഖം ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്നവരുണ്ടാകാം. പാപം നമുക്ക് ചെയ്യാതെ ജീവിക്കാൻ ഒക്കത്തേയില്ല എന്ന് പഠിപ്പിക്കുന്നവരുണ്ടാകാം. അപ്പോൾ ഇതൊക്കെ നമ്മളെ തെറ്റിക്കുന്ന തന്ത്രങ്ങളാണ്. ആർ യു ഫോളോയിങ്? അതായത് കൂട്ടായ്മ പോസിബിൾ അല്ല, സന്തോഷ സമ്പൂർണ്ണത പോസിബിൾ അല്ല, പാപരഹിത ജീവിതം പോസിബിൾ അല്ല. എനിക്കൊന്ന് ഈ പാപരഹിത ജീവിതം പോസിബിൾ അല്ലെന്ന് വിശ്വസിക്കുന്നവരാണെന്ന് തോന്നുന്നു ഒത്തിരി പേര്. എന്നാൽ അവിടെയൊക്കെ നമ്മളെ തെറ്റിക്കുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളുണ്ടെന്നുള്ളതാണ് നാം അറിഞ്ഞിരിക്കേണ്ടത്. നമുക്ക് കൂട്ടായ്മ സാധ്യമാണ്, സന്തോഷം പൂർണ്ണമായിട്ട് അനുഭവിക്കുവാൻ കഴിയും, പാപമില്ലാതെ നമുക്ക് ജീവിക്കുവാനും കഴിയും. പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ച് പാപത്തെ ജയിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്ന് നാം ഒന്നാമത് വിശ്വസിക്കണം. എന്നാൽ എന്താണ് ഇന്നത്തെ കുഴപ്പം എന്ന് ചോദിച്ചാൽ, ഇതിനു മുമ്പ് ഏത് കാലഘട്ടത്തുണ്ടായിരുന്നതിനേക്കാളും നമ്മളെ തെറ്റിലേക്ക് നയിക്കുന്നതിനായിട്ട്, ശരിയും തെറ്റും തമ്മിൽ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ എല്ലാം കുഴച്ചു മറിച്ചിട്ടിരിക്കുന്ന ഒരു ആത്മീയ രംഗമാണ് ഇപ്പോൾ നമ്മുടെ മുമ്പിലുള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പണ്ടത്തേക്കാൾ വല്ലാത്ത തരത്തിലുള്ള തന്ത്രങ്ങൾ പിശാച് മെനഞ്ഞിട്ട്, ഇപ്പോൾ പൊതുവായിട്ട് ഞാൻ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാൽ, ദർ ആർ നോ ആബ്സല്യൂട്ട്സ് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതായത് ഒന്നും ഒരിക്കലും ശരിയല്ല, ഒന്നും ഒരിക്കലും തെറ്റല്ല. ശരികളൊക്കെ ഒരു കാലത്ത് ശരിയായിരുന്നിരിക്കാം, ഇന്ന് ഒന്നും അല്ല. നമ്മൾ തലമുറകളിലേക്കും സമൂഹത്തിലേക്കൊക്കെ നോക്കിയാൽ തന്നെ പണ്ടത്തെ തെറ്റുകൾ ഇന്നത്തെ ശരിയാണ്, ഇന്നത്തെ ശരികൾ നാളെ തെറ്റായിരിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളെ തെറ്റിച്ച് കളയുന്നത്. ഈ സുവിശേഷ രംഗത്തും പണ്ട് നമ്മൾ തെറ്റാണെന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ഇപ്പോൾ നമ്മൾ തെറ്റല്ലെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്, ശരിയാണെന്ന് പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇത് പിശാചിൻ്റെ ഒരു വലിയ തന്ത്രമാണ്. കാരണം യേശുവിന് മാറ്റമില്ല, സുവിശേഷത്തിന് മാറ്റമില്ല. അങ്ങനെയാണെങ്കിൽ തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ഒരു പിശാചുണ്ട് എന്ന് നാം അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തിമോത്തിക്ക് ലേഖനം എഴുതിയപ്പോൾ
പൗലോസ് പറഞ്ഞു, അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ്. നമ്മൾ പലപ്പോഴും വായിക്കുന്ന ഒരു വാക്യമാണ്. ഒന്നുകൂടെ നമുക്കത് വായിക്കാം. 2 തിമോത്തി 4 അധ്യായത്തിൻ്റെ 3 4 വാക്യങ്ങൾ. അവർ പഥ്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കുവാൻ തിരിയുന്ന കാലം വരും. അപ്പം സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾക്കാൻ തിരിയുന്ന കാലം വന്നിരിക്കുകയാണ്. ഇപ്പോൾ പണ്ട് തൊട്ടേ ഉണ്ട്, ഇപ്പോൾ അത് വളരെ ശക്തമായിട്ട്. അപ്പോൾ അവർക്ക് വേണ്ടത് പഥ്യോപദേശമല്ല, ചെവിക്ക് ഇമ്പമുള്ളതും അവരുടെ മോഹങ്ങൾക്കനുസരിച്ച് നടക്കാൻ കഴിയുന്നതുമായിട്ടുള്ള തെറ്റായ ചിന്താഗതികൾ. ഇതാണ് നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ചിന്താഗതിക്കാരാണ് പറയുന്നത് കൂട്ടായ്മ പോസിബിൾ അല്ല, സന്തോഷപൂർണ്ണത ലഭ്യമല്ല, പാപരഹിത ജീവിതം അസാധ്യമാണ്. അപ്പോൾ ഇങ്ങനെ നമ്മളെ തെറ്റിക്കുന്നവരെ ഓർത്തും കൊണ്ടാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ലേഖനം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കാണാൻ പോകുന്ന ഒരു പുതിയ പദം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. മറ്റൊരു പുതിയ നിയമ പുസ്തകത്തിലും മറ്റൊരു പുതിയ നിയമ രചയിതാവും ഉപയോഗിക്കാത്ത ഒരു വാക്ക് യോഹന്നാൻ തൻ്റെ ലേഖനത്തിൽ ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ആ വാക്കെന്നറിയാമോ? എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. എതിർ ക്രിസ്തു. നമുക്ക് നോക്കാം 2 അധ്യായത്തിൻ്റെ 18 വാക്യം. ഇനി ഇതുകൂടെ നോക്കണം കേട്ടോ. അതായത് ഞാനിപ്പോൾ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്, മറ്റ് യാതൊരു പുതിയ നിയമ പുസ്തകങ്ങളിലും പുതിയ നിയമത്തിലെ ഒരു എഴുത്തുകാരനും ഉപയോഗിക്കാത്ത ഒരു വാക്ക്. ഇത് വേറെ ഏതെങ്കിലും പുസ്തകത്തിലുണ്ടെങ്കിലും ഒന്ന് പറയണം എന്നോട്. 2:18. കുഞ്ഞുങ്ങളെ, ഇത് അന്ത്യനാഴികയാകുന്നു, എതിർ ക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. എതിർ ക്രിസ്തു. നമ്മൾ ആദ്യമായിട്ടാണ് ഈ ഒരു വാക്ക്, ഞാൻ ബൈബിൾ സർവേ പഠിപ്പിച്ചിട്ട് തന്നെ നിങ്ങൾ ഈ വാക്ക് വായിച്ചൊന്നും കേട്ടിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മൾ ചിലപ്പോൾ പറഞ്ഞു കാണും. 2:22. യേശുവിനെ ക്രിസ്തുവല്ല എന്ന് നിഷേധിക്കുന്നവനല്ലാതെ കള്ളൻ ആരാകുന്നു? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവൻ തന്നെ എതിർ ക്രിസ്തു. എതിർ ക്രിസ്തു. 4:3, 4 അധ്യായത്തിന്റെ 3 വാക്യം. യേശുവിനെ സ്വീകരിക്കാത്ത യാതൊരു ആത്മാവും ദൈവത്തിൽ നിന്നുള്ളതല്ല, അത് എതിർ ക്രിസ്തുവിന്റെ ആത്മാവ് തന്നെ. എതിർ ക്രിസ്തു കണ്ടോ? അപ്പൊ യോഹന്നാന്റെ ലേഖനത്തിലാണ് എതിർ ക്രിസ്തു എന്നുള്ള പദം ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. 2 യോഹന്നാൻ 1 അധ്യായം, 1 അധ്യായമുള്ളൂ, 7 വാക്യം. യേശു ക്രിസ്തുവിനെ ജഡത്തിൽ വന്നവനെന്ന് സ്വീകരിക്കാത്ത വഞ്ചകന്മാർ പലരും ലോകത്തിലേക്ക് പുറപ്പെട്ടിരിക്കുന്നുവല്ലോ. വഞ്ചകനും എതിർ ക്രിസ്തുവും ഇങ്ങനെയുള്ളവനാകുന്നു. അപ്പൊ യോഹന്നാന്റെ ലേഖനങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുന്ന ഒരു പദമാണ് എന്ത്? എതിർ ക്രിസ്തു. യേശുക്രിസ്തു പറഞ്ഞിരുന്നു കള്ളക്രിസ്തുക്കൾ വരുമെന്നും എൻ്റെ നാമത്തിൽ പലരും വരുമെന്നും ഒക്കെ. എന്നാൽ എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്. അന്ത്യക്രിസ്തു അല്ല. ചില ആളുകളൊക്കെ അന്തിക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് കേൾക്കുമ്പോൾ അതിനെ അന്തിക്രിസ്തു എന്ന് പരിഭാഷപ്പെടുത്താറുണ്ട്. അങ്ങനെയല്ല, എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തു. ഈ പദം മറ്റു പുസ്തകങ്ങളിലൊന്നുമില്ല. അപ്പം നമ്മളെ തെറ്റിക്കുന്നവരെ ഓർത്ത് ഇത് എഴുതിയെന്ന് പറഞ്ഞപ്പോൾ നമ്മളെ തെറ്റിക്കുന്നത് ആരാണെന്ന് വളരെ ക്ലിയറായിട്ട് നമുക്കിവിടെ ഒരു വാക്ക് കിട്ടുകയാണ്. ആരാ നമ്മളെ തെറ്റിക്കുന്നത്? എതിർ ക്രിസ്തു. ക്രിസ്തുവിനെ എതിർക്കുന്ന ഒരു എതിർ ക്രിസ്തു ഉണ്ട്. അവനാണ് നമ്മെ തെറ്റിക്കുന്നത്, അല്ലെങ്കിൽ അവനെ ഉപയോഗിച്ചാണ് തെറ്റിച്ചുകൊണ്ട് ഇരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ വേറൊരു യേശു, വേറൊരു സുവിശേഷം, വേറൊരു ആത്മാവ് എന്നൊക്കെ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. ഓർമ്മയുണ്ടോ? 2 കൊരിന്ത്യ ലേഖനം 11 അധ്യായത്തിൽ നമ്മളത് വായിച്ചിട്ടുണ്ട് പലപ്പോഴും. മറ്റൊരു യേശു ഉണ്ട്, മറ്റൊരു സുവിശേഷമുണ്ട്, വേറൊരു ആത്മാവ്, മറ്റൊരു ആത്മാവുണ്ട്. അപ്പോൾ ഇത് ആരുടെ ആത്മാവാ? ഇത് എതിർ ക്രിസ്തുവിൻ്റെ. മറ്റൊരു യേശു എന്ന് പറയുന്നത് എതിർ ക്രിസ്തു ആണെന്ന് യോഹന്നാൻ അങ്ങ് വ്യക്തമാക്കുക. പൊതുവേ പറയേണ്ട കാര്യമില്ല, ക്ലിയറായിട്ട് എതിർ ക്രിസ്തു. 2 കൊരിന്ത്യ ലേഖനം 11:4 വായിച്ചാൽ, ഒരുത്തൻ വന്ന് ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ, മറ്റൊരു യേശു പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവ്, നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ക്രൈസ്റ്റ്, സബ്സ്റ്റിറ്റ്യൂട്ട് ഗോസ്പൽ, സബ്സ്റ്റിറ്റ്യൂട്ട് സാൽവേഷൻ. യഥാർത്ഥ യേശുവിന് പകരം ഒരു യേശു, യഥാർത്ഥ സുവിശേഷത്തിന് പകരം ഒരു സുവിശേഷം, യഥാർത്ഥ രക്ഷയ്ക്ക് പകരം ഒരു രക്ഷ, യഥാർത്ഥ ആത്മാവിന് പകരം ഒരു ആത്മാവ്, യഥാർത്ഥ ബൈബിളിന് പകരം ഒരു ബൈബിള്. ഞാൻ പറയുന്നത് ഗ്രഹിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ പല പകരങ്ങൾ, സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടാണ് നമ്മെ തെറ്റിക്കുന്നത്. ഈ ആൻറ്റി ക്രൈസ്റ്റ് അല്ലെങ്കിൽ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞ വാക്ക് നമ്മളൊന്ന് പുതിയതായിട്ട് വന്നതല്ലേ, പുതിയ നിയമത്തിൽ ആദ്യം വന്നതാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്ന് പഠിക്കേണ്ടതായിട്ടുണ്ട്. ആൻറ്റി അല്ലെങ്കിൽ എതിർ എന്ന് പറഞ്ഞാൽ 2 അർത്ഥമുണ്ട്. അതിന് 2 അർത്ഥങ്ങളാണ് ആ പദത്തിനുള്ളത്. ആൻറ്റി അല്ലെങ്കിൽ എതിർ എന്ന് പറഞ്ഞാൽ, ഒന്ന് എഗൻസ്റ്റ്, ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ എതിരെന്നാണ്. 2 ഇൻസ്റ്റഡ് ഓഫ്, പകരം എന്നുമുണ്ട്. അപ്പോൾ എതിർ ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ക്രിസ്തുവിനെ എതിർക്കുന്ന ആൾ,
അല്ലെങ്കിൽ ക്രിസ്തുവിന് പകരം വെക്കുന്നത്. പിടികിട്ടിയല്ലോ. ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുമ്പോൾ ഐദർ ഒപ്പോസിങ് ക്രൈസ്റ്റ്, റിയൽ ക്രൈസ്റ്റ്, എഗൻസ്റ്റ്. വേറെ തരത്തിൽ പറഞ്ഞാൽ പുട്ടിങ് ഇൻസ്റ്റെഡ് ഓഫ്. കള്ളനോട്ടുകളെക്കുറിച്ച് ചിന്തിച്ചാൽ മതി. കള്ളനോട്ട് നല്ല നോട്ടിന് പകരമുള്ളതാണ്, അത് നല്ല നോട്ടിനെ എതിർക്കുന്നതുമാണ്. നമ്മുടെ ഇക്കോണമിയെ ഡീസ്റ്റെബിലൈസ് ചെയ്യുന്നതിനായിട്ട് വെച്ചിരിക്കുന്ന എതിർക്കാനുള്ള സാധനമാണ്, പക്ഷേ അത് പകരമാണ് വെച്ചേക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ക്രിസ്തുവിനെ പ്രത്യക്ഷത്തിൽ എതിർക്കുന്നതിന് പകരം പരോക്ഷമായിട്ട് എതിർക്കുന്നതിനായിട്ട് എഗൻസ്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ്. ഈ രണ്ട് വാക്കുകളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. മലയാളത്തിൽ എതിരെന്നും പകരമെന്നും. യഥാർത്ഥ ക്രിസ്തുവിന് പകരം വെക്കുന്ന ക്രിസ്തു, യഥാർത്ഥ ആത്മാവിന് പകരം വെക്കുന്ന ആത്മാവ്, യഥാർത്ഥ സുവിശേഷത്തിന് പകരം വെക്കുന്ന സുവിശേഷം. എതിര്, പകരം, ഈ രണ്ടർത്ഥങ്ങളുണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിലൊക്കെ ഇന്നുകൊണ്ട് അന്നുകൊണ്ട് ടീച്ചേഴ്സ് ഓഫ് ലൈസ് എന്ന് വേണമെങ്കിൽ പറയാം. ദുരുപദേഷ്ടാക്കന്മാർ, തെറ്റായ ഉപദേശങ്ങൾ പഠിപ്പിക്കുന്ന ആളുകൾ യേശുക്രിസ്തുവിൻ്റെ യഥാർത്ഥത്തിലുള്ള ടീച്ചിങ്ങുകളെ എതിർക്കുകയും ആളുകളെ വഴിതെറ്റിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ദുരുപദേഷ്ടാക്കന്മാരും ജനത്തിൻ്റെ ഇടയിൽ ഉണ്ടായിരുന്നു എന്ന് പത്രോസും യൂദായും ഒക്കെ പറയുന്നത് ഓർത്താൽ മതി. അവർ യഥാർത്ഥ ദൈവവചനത്തിനും യഥാർത്ഥത്തിലുള്ള നിത്യജീവനും യഥാർത്ഥത്തിലുള്ള പൊതുജനത്തിനും എന്തെല്ലാം ദൈവം നമുക്ക് നല്ലതായിട്ട് നൽകിയിട്ടുണ്ടോ അതിനെല്ലാം ഡ്യൂപ്ലിക്കേറ്റ്, അതിനെല്ലാം പകരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ബോധ്യം ഉണ്ടായിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് ദ ട്രൂത്ത്. യേശു പറഞ്ഞു, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം യേശു പറഞ്ഞു. ഐ ആം ദ ട്രൂത്ത്, ഞാനാണ് സത്യം എന്ന് യേശു പറഞ്ഞില്ലേ. അപ്പം സത്യത്തിൽ നിന്ന് വിരുദ്ധമായിട്ട് ആരെന്ത് കൊണ്ടുവന്നാലും അത് നുണയായിരിക്കും, പിശാചിൻ്റേതായിരിക്കും എന്ന് അറിഞ്ഞിരിക്കണം. സൈറ്റൻ ഈസ് ദ ലയർ. യോഹന്നാൻ 14 അധ്യായത്തിൻ്റെ 6 വാക്യത്തിലാണ് ഐ ആം ദ ട്രൂത്ത് എന്ന് പറഞ്ഞത്. 8:44 പറഞ്ഞത് സൈറ്റൻ ഈസ് ദ ലയർ. പിശാച് ബോഷ്ക്ക് പറയുന്നവനും അതിൻ്റെ അപ്പനും ആണ്. അപ്പോൾ ഈ ആളുകളെ സത്യത്തിൽ നിന്ന് വ്യതിചലിപ്പിച്ച് തെറ്റായ മാർഗങ്ങളിലേക്ക്, തെറ്റായ കാര്യങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതിനായിട്ട് പിശാച് ഉപയോഗിക്കുന്ന അതിശക്തമായ ഒരു തന്ത്രമാണ്, അല്ലെങ്കിൽ ഒരു ആയുധമാണ് എതിർ ക്രിസ്തു, ആൻറ്റി ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ ആൻറ്റി ക്രൈസ്റ്റിന് ഒരു സ്വീകാര്യത ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ആൻറ്റി ക്രൈസ്റ്റ്, എതിർ ക്രിസ്തുവിന് സ്വീകാര്യത, എനിക്കൊന്ന് നല്ല ക്രിസ്തുവിനേക്കാൾ സ്വീകാര്യത ആർക്കാണ് കിട്ടുന്നത്? ആൻറ്റി ക്രൈസ്റ്റിനായിരിക്കാം. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, പലപ്പോഴും ഗ്രോസ് അൺട്രൂത്ത് അല്ല പറയുന്നത്. കേട്ടാൽ തന്നെ ഒറ്റ കേൾവിക്ക് തന്നെ ഇത് ഭോഷ്കാണെന്ന് തോന്നുന്ന തരത്തിലുള്ള വ്യാജമല്ല, നുണയല്ല പറയുന്നത്. പിന്നെ എങ്ങനെയാണ്? അർത്ഥസത്യം പറയും, ഹാഫ് ട്രൂത്ത്, പകുതി സത്യം പറയും. അതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഔട്ട് റൈറ്റ് ലൈസും പറയും. തുടങ്ങുന്നത് പകുതി സത്യം കൊണ്ടാണ്, പക്ഷെ മുന്നോട്ട് പോകുമ്പോഴാണ് അത് പൂർണ്ണമായിട്ടുള്ള നുണയാണെന്നുള്ളത് ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഏദൻ തോട്ടത്തിലേക്ക് മാത്രം നോക്കിയാൽ ആ കാര്യം മനസ്സിലാകും. ഏദൻ തോട്ടത്തിൽ ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടാണ് തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. അപ്പോൾ ആദ്യം ഒരു സംശയത്തിൻ്റെ ഒരു ഹാഫ് ട്രൂത്താണ് പറഞ്ഞത്. വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ? കുറച്ച് കഴിഞ്ഞപ്പോൾ മരിക്കുകയില്ല നിശ്ചയം. ഹാഫ് ട്രൂത്തിൽ നിന്ന് ടോട്ടൽ അൺട്രൂത്തിലേക്ക് പോകുന്നതായിട്ട് കാണാം. അത് സ്ത്രീയോട് തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ തുടങ്ങിയത്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം, അത് തിന്നുന്ന നാളിൽ നിങ്ങളുടെ കണ്ണു തുറക്കുകയും നിങ്ങൾ നന്മ തിന്മകളെ അറിയുന്നവരായി ദൈവത്തെ പോലെ ആകുകയും ചെയ്യും. ചുരുക്കം പറഞ്ഞാൽ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ തനി രൂപം ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷപ്പെടുകയല്ല. വ്യാജന്മാരുടെ തനി രൂപം ഒറ്റ നോട്ടത്തിൽ പ്രത്യക്ഷമാകുകയില്ല. അത് വളരെ ബ്യൂട്ടിഫുള്ളായിട്ട്, വളരെ സ്വീകാര്യമായിട്ട്, വളരെ നല്ലതായിട്ട് മാത്രമേ നമുക്ക് തോന്നുകയുള്ളൂ. പക്ഷെ അകത്തേക്ക് കയറി കഴിയുമ്പോഴാണ് ഇത് വലിയ അപകടമായിരുന്നു. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ, നമ്മൾ നേരത്തെ വായിച്ച 2 കൊരിന്ത്യ ലേഖനം 11 അധ്യായത്തിൻ്റെ 13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സാത്താൻ എങ്ങനെ വരുന്നത്? സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷത്തിൽ, അവൻ്റെ വേലക്കാര് നീതിയുടെ വേലക്കാരുടെ വേഷത്തിലാണ് വരുന്നത്, അല്ലാതെ വേറൊരു വേഷത്തിലല്ല വരുന്നത്. 2 കൊരിന്ത്യ ലേഖനം 11:13 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ, ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല, അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് തക്കതായിരിക്കും. വെളിച്ചദൂതന്റെ വേഷത്തിലും നീതിയുടെ വേലക്കാരുടെ വേഷത്തിലുമാണ് വരുന്നത്. അതുകൊണ്ട് നമ്മൾ വേഷത്തിലേക്കല്ല നോക്കേണ്ടത്, അപ്പിയറൻസിലേക്കല്ല നോക്കേണ്ടത്.
അവർ പറയുന്ന കാര്യങ്ങൾ എന്താണ്, അതിൻ്റെ സത്യാവസ്ഥ ദൈവവചനത്തിന് നിരക്കുന്നതാണോ അല്ലയോ എന്നുള്ളതിലേക്കാണ് നമ്മുടെ ശ്രദ്ധ പോകേണ്ടത്. അതുകൊണ്ട് പിശാചിൻ്റെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ടൂൾസ് എന്ന് പറയുന്നത്, ശ്രദ്ധിക്കണേ, പിശാചിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള ആയുധം എന്ന് പറയുന്നത് ഫോൾസ് പ്രീച്ചേഴ്സ്, ഫോൾസ് ടീച്ചേഴ്സ് ആൻഡ് ഫോൾസ് വർക്കേഴ്സ്. ആകാത്ത പ്രസംഗകർ, ആകാത്ത ദുരുപദേഷ്ടാക്കന്മാർ, അതുപോലെ തന്നെ ആകാത്ത വേലക്കാർ. അവരെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് ശക്തമായിട്ട് ഫിലിപ്പ് ലേഖനത്തിൽ പറഞ്ഞു, അവരാകാത്ത വേലക്കാർ, നായ്ക്കൾ, വിച്ഛേദനക്കാർ, അവരുടെ ദൈവം അവരുടെ വയറ്. നമുക്ക് ചില വാക്യങ്ങൾ നോക്കാം. ഫിലിപ്പ് ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. നായ്ക്കളെ സൂക്ഷിക്കുവിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിക്കുവിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിക്കുവിൻ. 19-ാം വാക്യത്തില് 19-ാം വാക്യം. അവരുടെ അവസാനം നാശം, അവരുടെ ദൈവം വയറ്. ലജ്ജയായതിൽ അവർക്ക് മാനം തോന്നുന്നു, അവർ ഭൂമിയിലുള്ളത് ചിന്തിക്കുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് വളരെ ശക്തമായ താക്കീത് ദൈവവചനത്തിൽ ഇങ്ങനെയുള്ള ആളുകൾക്കെതിരെ അപ്പോസ്തലന്മാരെല്ലാവരും തന്നെ നമുക്ക് നൽകിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പൗലോസ്, പത്രോസ്, യൂദ, യോഹന്നാൻ ഒക്കെ ഈ ക്ലാസ്സുകളിൽ നിങ്ങളത് കേൾക്കുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചോദ്യം അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നമെന്ന് പറയുന്നത്, ഹൗ ക്യാൻ എ ക്രിസ്ത്യൻ ഡിറ്റക്ട് ദ ലൈസ് ഓഫ് സൈറ്റൻ? ഈ പിശാചിൻ്റെ തന്ത്രങ്ങളെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാനായിട്ട് കഴിയും? അതാണല്ലോ നമുക്ക് വേണ്ടത്. അല്ലെങ്കിൽ തെറ്റായ ഉപദേശക്കാരെയും ശരിയായ ഉപദേശക്കാരെയും, എന്നെ തന്നെ വിളിക്കുന്ന പല ആളുകൾ യൂട്യൂബ് കണ്ടിട്ട് ചോദിക്കാറുണ്ട്, ഈ ശരി തെറ്റ് എങ്ങനെ തിരിച്ചറിയുന്നത്? ആര് പറയുന്നതാണ് ശരിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? എങ്ങനെ നമുക്ക് ആത്മീയമായിട്ട് വളരാനും ആത്മീയ ജ്ഞാനം പ്രാപിക്കാനും ആത്മീയമായിട്ട് തെറ്റുകളിൽ പോയി പെടാതെ സൂക്ഷിക്കാനും കഴിയും? ജോൺ ഹാസ് ദി ആൻസേഴ്സ്. ഇതിൻ്റെ എല്ലാം ഉത്തരം ആരുടെ കയ്യിലുണ്ട്? യോഹന്നാൻ്റെ കയ്യിലുണ്ട്. യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിലും ലേഖനത്തിലും ആയിട്ട് വളരെ കൃത്യമായിട്ട് അതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ് ആ ഉത്തരവെന്ന് ചോദിച്ചാൽ, വി നീഡ് ഡിസേൺമെൻറ്റ്. നമുക്ക് വിവേചനം വേണം, നമുക്ക് ആത്മീയ വിവേചനം വേണം. ആത്മീയത്തിൻ്റെ പേരിൽ കാണുന്നതെല്ലാം വിഴുങ്ങാൻ പാടില്ല. ചിലതൊക്കെ ഷുഗർ കോയിറ്റഡ് പോയിസൺ ആയിരിക്കും, അല്ലേ? പഞ്ചസാര പൊതിഞ്ഞ വിഷമാണ്. കാണാൻ നല്ലതാണ്, അത് തിന്നാൽ നല്ല രുചിയാണ്, പക്ഷേ അത് അപകടത്തിലേക്കാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. ഞാൻ 1-2 വാക്യങ്ങൾ വായിപ്പിക്കട്ടെ. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 27-ാം വാക്യത്തിൽ നമ്മൾ ഒന്നാമത്തെ പരിഹാരം കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിലാണല്ലോ എതിർ ക്രിസ്തുവിനെ കണ്ടത്, അല്ലേ? ഓർക്കുന്നുണ്ടോ? 2:18 മുതലാണ് എതിർ ക്രിസ്തുവിനെ കണ്ടത്. ഈ എതിർ ക്രിസ്തുവിന്റെ തന്ത്രങ്ങളുടെ പരിഹാരം 27-ാം വാക്യത്തിലുണ്ട്. അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ വസിക്കുന്നു, ആര് നിങ്ങളെ ഉപദേശിപ്പാൻ ആവശ്യമില്ല. അവന്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയാലും അത് ബോഷ്കല്ല, സത്യം തന്നെ ആയിരിക്കുകയാലും അത് നിങ്ങളെ ഉപദേശിച്ചതുപോലെ നിങ്ങൾ അവനിൽ വസിപ്പിൻ. നിങ്ങൾ അവനിൽ വസിക്കുന്ന ഒരാളാണെങ്കിൽ അവനോടുള്ള കൂട്ടായ്മയിൽ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഓർക്കണം. കൂട്ടായ്മ, സന്തോഷം, പാപരഹിത ജീവിതം, ഇതിലൊക്കെയാണ് നിങ്ങൾ തുടരുന്നതെന്നുണ്ടെങ്കിൽ അതാണ് അവനിൽ വസിക്കുക എന്ന് പറയുന്നത്. അവനിൽ നിന്ന് പ്രാപിച്ച ഒരു അഭിഷേകം നമ്മളിലുണ്ട്. ആരും നിങ്ങളെ ഉപദേശിക്കുവാൻ ആവശ്യമില്ല, അവൻ്റെ അഭിഷേകം തന്നെ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരും. യേശു ജീവിച്ചിരുന്നപ്പോൾ യോഹന്നാൻ ഈ കാര്യം യേശു പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ ഇപ്പോൾ ഈ മറുപടി ഇവിടെ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമുക്ക് സുവിശേഷത്തിലേക്ക് പോയാൽ എങ്ങനെയാണ് ഈ ആത്മാവ് നമ്മളെ വഴി നടത്തുന്നത്? ആത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനം വായിച്ച് ആ ദൈവത്തോട് ചേർന്നിരുന്നാൽ എങ്ങനെ നമ്മളെ വഴി നടത്തും എന്ന് യോഹന്നാൻ തൻ്റെ സുവിശേഷത്തിൽ തന്നെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. യേശുവിൻ്റെ വാക്കുകളാണ്. യോഹന്നാൻ 16:13, അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. 16:13. സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. സകല സത്യത്തിലും വഴി നടത്തും. അവിടെ നമ്മൾ ആ വചനവും ആത്മാവും, യേശു പറഞ്ഞല്ലോ, നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും അറിയായിക കൊണ്ട് തെറ്റിപ്പോകുന്നു. യോഹന്നാൻ 14:26, നിങ്ങൾക്ക് സകലവും അവൻ ഉപദേശിച്ചു തരും, ഞാൻ പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തും. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലവും ഉപദേശിച്ചു തരികയും, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് സകലവും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. 16-14 വാക്യം വായിക്കുമ്പോൾ ഇത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ് എന്നെങ്ങനെ അറിയാമെന്നുള്ളതിനൊരു സൂചനയും കൂടി നൽകി. അവൻ നമുക്ക് വരുവാനുള്ളത് അറിയിച്ചു തരുമെന്ന് മാത്രമല്ല, അവൻ എനിക്കുള്ളതിൽ നിന്ന് എടുത്ത്
നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. എന്നെ മഹത്വപ്പെടുത്തും. വരുവാനുള്ളത് അറിയിക്കും എന്ന് മാത്രമല്ല, അതുകൊണ്ട് മഹത്വം മുഴുവനും ആർക്ക് പോകും? യേശു ക്രിസ്തുവിനായിരിക്കും ലഭിക്കുന്നത്. അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം പറയും എന്ന് 15-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ് ഉത്തരം. പക്ഷെ ഇവിടെ ഒരു കുഴപ്പമുണ്ട്. ഈ അഭിഷേകം എന്ന് പറഞ്ഞ് നിങ്ങൾ കേൾക്കുന്ന എല്ലാം യഥാർത്ഥ അഭിഷേകമാണോ എന്നുള്ളത് പരിശോധിക്കേണ്ടതും ആണ്. അനോയിൻറ്റിങ്, അവനാൽ പ്രാപിച്ച അഭിഷേകം നിങ്ങളിൽ ഇരിക്കുന്നു. ഈ അഭിഷേകം നമ്മൾ ഉദ്ദേശിക്കുന്ന ഹോളി സ്പിരിറ്റിനെയാണ്. നിങ്ങൾ എന്തിനെ പ്രാപിച്ചിരിക്കുന്നു? ആരെങ്കിലും കൈവച്ച് എന്തെങ്കിലും പറഞ്ഞെന്നുള്ളതൊന്നുമല്ല. യു ഹാവ് ദ ഹോളി സ്പിരിറ്റ്. നിങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഹീസ് അവർ ടീച്ചർ അല്ലേ? പരിശുദ്ധാത്മാവാണ് നമ്മുടെ അധ്യാപകൻ, പരിശുദ്ധാത്മാവാണ് നമ്മുടെ വഴികാട്ടി, പരിശുദ്ധാത്മാവാണ് നമുക്ക് വിവേചന ശക്തി നൽകുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ മേൽ വ്യാപരിക്കുമ്പോൾ അവൻ നമ്മുടെ അജ്ഞത, നമുക്ക് വരാവുന്ന വഞ്ചന, നമ്മൾ വിശ്വസിക്കാൻ സാധ്യതയുള്ള അസത്യം, ഇതിനെല്ലാം ഗാർഡ് ചെയ്തിട്ട് നമുക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ചൊക്കെ തക്കതായിട്ട് സമയത്ത് ബോധ്യങ്ങൾ തരികയും യേശു പറഞ്ഞത് ഓർമ്മപ്പെടുത്തും. യേശു പറഞ്ഞത് ഓർക്കാതെ പോകുന്നതാണ് വലിയൊരു കുഴപ്പം. യേശു പറഞ്ഞത് ഓർമ്മപ്പെടുത്തും. നമ്മളെ മുമ്പോട്ട് നയിക്കാനുള്ള വഴി അവൻ കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തരും. അതുകൊണ്ട് ഈ തെറ്റായ ഉപദേശങ്ങളെയും തെറ്റായ ഉപദേശക്കാരെയും തിരിച്ചറിയാനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അല്ലെങ്കിൽ ആത്മാവിൻ്റെ നടത്തിപ്പ്, നിറവ് നമുക്ക് ആവശ്യമാണ്. അത് പ്രാപിക്കണമെന്നല്ല പറഞ്ഞത്, അവനാൽ പ്രാപിച്ച അഭിഷേകം. സോ നിങ്ങളൊരു റിയൽ ക്രിസ്ത്യൻ ആണെങ്കിൽ, നിങ്ങൾ പുതുജന്മം പ്രാപിച്ച ആളാണെങ്കിൽ നിങ്ങളിൽ പരിശുദ്ധാത്മാവ് ഉണ്ട്. ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടായിരിക്കുന്നത്. ആത്മാവ് നിങ്ങളെ സകല സത്യത്തിലേക്കും തുടർന്നും വഴി നടത്തും. ഈ യോഹന്നാൻ്റെ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 3-ാം അധ്യായത്തിൻ്റെ ഒരു പകുതി വരെയെങ്കിലും നിങ്ങൾ വായിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഒരു പാപരഹിത ജീവിതം നയിച്ച് പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തോട് ചേർന്ന് കൂട്ടായ്മയും സന്തോഷവും ഒക്കെ അനുഭവിച്ച് മുമ്പോട്ട് പോകുവാൻ കഴിയുക എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് നാം സന്തോഷ പരിപൂർണതയിലേക്ക് എത്തുവാൻ 4 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. യോഹന്നാൻ നമ്മളോട് പലതും പങ്കിടുന്നു. എന്തെല്ലാമാണ് ഈ പങ്കിടുന്നതിൻ്റെ ഉദ്ദേശം? 1 കൂട്ടായ്മ, 2 സന്തോഷപൂർണത, 3 പാപം ചെയ്യാതിരിക്കുവാൻ, 4 നിങ്ങൾ തെറ്റിപ്പോകാതിരിക്കുവാൻ. ഇനി 5-മതൊരു കാരണമുണ്ട്. അതാണ് ഒരുപക്ഷെ ഇതിനെല്ലാം മകുടം ചാർത്തുന്നത്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിലേക്ക് മാറ്റാം. 5-13 നമ്മളത് കാണുന്നത്. വിശ്വസിച്ച നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന്. എനിക്കൊന്ന് ഇത് വലിയൊരു പ്രോബ്ലമാണ്. എഷ്വറൻസ് ഓഫ് സാൽവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. രക്ഷിക്കപ്പെട്ടോ, ഞാൻ ആ പുതുജന്മം പ്രാപിച്ചോ എന്നുള്ളത് ഇതിന് മുമ്പിലത്തെ ക്ലാസ്സിൽ ഞാൻ കുറച്ച് പറഞ്ഞിരുന്നു. എങ്കിലും ഒരു ഉറപ്പും നിർണ്ണയം ഇല്ലാത്ത പല ആളുകളുണ്ട്. അതുകൊണ്ട് എങ്ങനെ അറിയാം ആക്ച്വലി ഞാൻ ഈ പുതുജന്മം പ്രാപിച്ച ആളാണ്, ഞാൻ കൂട്ടായ്മയിലാണ്, ഞാൻ സന്തോഷത്തിൽ തന്നെയാണ്, ഞാൻ പാപം ചെയ്യാതെയാണ് ജീവിക്കുന്നത്, ഇനി എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ പരിഹാരം ഞാൻ പ്രാപിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്, ഞാൻ അങ്ങനെ തെറ്റിപ്പോകുന്നൊരു തന്ത്രത്തിൽ കുടുങ്ങിയല്ല ഇരിക്കുന്നത് എന്നൊക്കെ അറിയണ്ടേ? അതറിയാൻ ഒരു മാർഗം 13-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അതിനാണ് ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ ലേഖനം എഴുതിയത്, അല്ലെങ്കിൽ ഈ 5 കാര്യങ്ങൾക്കായിട്ടാണ് പങ്കുവെക്കുന്നത്. നമുക്ക് 5:13 വായിച്ച് ഈ ക്ലാസ് ക്ലോസ് ചെയ്യാം. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നാം ചില കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയണം. ഈ അറിയുക എന്നുള്ള പദം 10-39 പ്രാവശ്യം ഉണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ് ഓർക്കുന്നുണ്ടാകുമല്ലോ. അപ്പം അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എങ്ങനെയാണ് ഞാൻ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെട്ടവനാണോ എന്ന് അറിയുന്നത്, എനിക്ക് നിത്യജീവൻ ഉണ്ടോ എന്ന് അറിയുന്നത് എന്ന കാര്യം പഠിച്ചാണ് തുടങ്ങാനായിട്ട് പോകുന്നത്. അപ്പോൾ യോഹന്നാൻ നമ്മളോട് പറഞ്ഞ കാര്യങ്ങളൊന്ന് ക്രോഡീകരിക്കുകയാണെങ്കിൽ, ജീവൻ പ്രത്യക്ഷമായി, യോഹന്നാൻ അത് അനുഭവിച്ചു. അനുഭവിച്ച കാര്യം യോഹന്നാൻ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നു. നമുക്കും ഇത് തന്നെയാണ് വേണ്ടത്. പ്രത്യക്ഷമായ യേശുവിനെ നാം വ്യക്തിപരമായി അനുഭവിക്കണം, പുതുജന്മം പ്രാപിക്കണം, എന്നിട്ട് നാം അനുഭവിച്ചത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. അങ്ങനെ പങ്കുവയ്ക്കുമ്പോൾ കൂട്ടായ്മയുണ്ടാകും, സന്തോഷമുണ്ടാകും, പാപരഹിത ജീവിതമുണ്ടാകും, നമ്മളെ ആരും വഴിതെറ്റിക്കുവാൻ ഇടയാകുകയില്ല. മാത്രമല്ല, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ആത്മാവോട് ചേർന്ന് സാക്ഷ്യം പറയുകയും വളരെ കോൺഫിഡൻസോടുകൂടെ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുകയും ചെയ്യും. ദൈവം അതിനായിട്ട് നമ്മളെല്ലാവരെയും പ്രാപ്തരാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം.